ഹലോ ഡിയേഴ്സ്, ക്ലാസ് 4 മാത്സ് യൂണിറ്റ് 5 ഇറ്റ്സ് ടൈം നേരമായി. ഈ ലെസണിൻ്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിൻ്റെ മലയാളം മീഡിയം ക്ലാസ് കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് കാണാം. ഓക്കെ, യൂണിറ്റ് 5 ഇറ്റ്സ് ടൈം നേരമായി. ടൈമിനെ കുറിച്ച്, സമയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ടീച്ചർ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയാണ്. റോക്കറ്റ് ലോഞ്ചിങ് എക്സാമ്പിളായിട്ട് വെച്ച് ടൈമിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ടീച്ചർ പറയുകയാണ് എന്ത്, റോക്കറ്റ് വിൽ ബി ലോഞ്ച്ഡ് അറ്റ് 3:30. റോക്കറ്റ് വിക്ഷേപിക്കുന്നത് 3:30 വാട്ട്സ് ദ ടൈം നൗ? ഇപ്പോൾ എത്രയാണ് ടൈം? അപ്പോൾ ഇവിടെ ക്ലോക്കിൽ കാണിച്ചിരിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ എത്രയാണ് ടൈം? 11:15 അല്ലേ, 11:15. 11:15 11:15 ഹൗ മച്ച് ടൈം ബിഫോർ ലോഞ്ച്? അപ്പോൾ ലോഞ്ചിങ്ങിന്, വിക്ഷേപണത്തിന് മുമ്പ് ഇനിയിപ്പോൾ എത്ര സമയം ബാക്കിയുണ്ട്? അതായത് 11:15 മുതൽ 11:15 മുതൽ 3:30 വരെ എത്ര ടൈം ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തണം അല്ലേ. അപ്പോൾ അങ്ങനെ കണ്ടെത്താൻ വേണ്ടി ഹൗ മെനി അവേഴ്സ് ഫ്രം 11:30 to 3:30? അപ്പം 11:30 മുതൽ 3:30 വരെ, 11:30 to 3:30 വരെ എത്ര മണിക്കൂറുണ്ട്? ഹൗ മെനി അവേഴ്സ്? 11:30 കഴിഞ്ഞാൽ 12:30 അല്ലേ, 1 ഹവറായി. നെക്സ്റ്റ് 12:30 കഴിഞ്ഞാൽ 1:30, 2 ഹവറായി. പിന്നെ 2:30, 3:30 എത്ര അവർ കിട്ടി? 4 ഹവറാണ് കിട്ടിയത് അല്ലേ, 4 മണിക്കൂറാണ് കിട്ടിയത്. അപ്പം 11:30 മുതലല്ല നമ്മൾക്ക് വേണ്ടത്, 11:15 മുതൽ, 11:15 മുതൽ 11:30 വരെ എത്ര ടൈം ഉണ്ടെന്ന് നമ്മൾ വീണ്ടും കണ്ടെത്തണം അല്ലേ. അപ്പോൾ എത്രയാണ്? 15 മിനിറ്റ്സ്, 15 മിനിറ്റ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഫ്രം 11:50 to 3:30 അങ്ങനെയാണെങ്കിൽ 11:15 മുതൽ 3:30 വരെ എത്ര മണിക്കൂർ ഉണ്ടാകും? 4 അവർ 15 മിനിറ്റ്സ് അല്ലേ, 4 മണിക്കൂറും 15 മിനിറ്റും. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി അറ്റ് നിധീസ് ഹോം. നിധിയുടെ വീട്ടിൽ. 9:15 ഇപ്പോൾ വീട്ടിലെ ടൈം. അപ്പോൾ മദർ നിധിയോട് പറയുകയാണെന്ത്, നിധി ആർ യു റെഡി? നിധി നീ റെഡിയായോ? ഓൺലി 15 മിനിറ്റ്സ് ഫോർ ദ സ്കൂൾ ബസ്. സ്കൂൾ ബസ് വരാൻ ഇനി 15 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ എത്ര മണിക്കായിരിക്കും സ്കൂൾ ബസ് വരുന്നത്? ഇപ്പോൾ 9:15 9:15 ടൈം. അതിൻ്റെ കൂടെ 15 മിനിറ്റ് കൂടെ കൂട്ടുക അല്ലേ. അപ്പോൾ 9:30 സ്കൂൾ ബസ് വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഡ്രോ ഇൻ ദ ക്ലോക്ക് ദ ടൈം നിധി സ്കൂൾ ബസ് കംസ്. നിധിയുടെ സ്കൂൾ ബസ് വരുന്ന ടൈം ഈ ക്ലോക്കിൽ നിങ്ങൾ വരച്ച് കാണിക്കണം. എത്ര മണിക്കാണ് വരുന്നത്? 9 അവർ 9 മണിയും 30 മിനിറ്റ് അല്ലേ, 30 മിനിറ്റും. അതെങ്ങനെ ക്ലോക്കിൽ വരക്കാം? അപ്പോൾ ഫസ്റ്റിൽ മിനിറ്റ് നീഡിൽ വരക്കാം. മിനിറ്റ് സൂചി എവിടെ വരും? 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ 6ൻ്റെ നേരെ വരും അല്ലേ. അപ്പോൾ മണിക്കൂർ സൂചി എവിടെയാണ് വേണ്ടത്? 9ൻ്റെ 10ൻ്റെ നടുക്കാണ് വേണ്ടത്. 10ൻ്റെ നടുക്കായിട്ട് മണിക്കൂർ സൂചി അവർ നീഡിൽ വരക്കുക. നെക്സ്റ്റ്, നിധി ആൻഡ് ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ. നിധിയും കൂട്ടുകാരും സ്കൂളിൽ. ലുക്ക് അറ്റ് ദ ഡിജിറ്റൽ ക്ലോക്ക്. ഡിജിറ്റൽ ക്ലോക്ക് നോക്കൂ, 9 അവർ. അപ്പോൾ ഡിജിറ്റൽ ക്ലോക്കിൽ എങ്ങനെയായിരിക്കും ടൈം ഉണ്ടാകുക? ഫസ്റ്റ് അവർ ആയിരിക്കും, മണിക്കൂറായിരിക്കും, 9 അവറാണ്. നെക്സ്റ്റ് മിനിറ്റാണ്, 29 മിനിറ്റ്. നെക്സ്റ്റ് സെക്കൻഡ് ആണ്, 52 സെക്കൻഡ്. അപ്പോൾ ലാസ്റ്റ് കാണുന്നത് സെക്കൻഡിൻ്റെ പ്ലേസ് ആണ്. ഈ സെക്കൻഡിൻ്റെ പ്ലേസ് ആണ് ഫസ്റ്റിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ 52 എന്തായി? 53 ആയി, 54 ആയി, 55 ആയി, 56 ആയി, 57, 58, 59 ആയി. അപ്പോൾ 59 ആയിക്കഴിഞ്ഞാൽ 60 സെക്കൻഡ് കൂടിയാലാണ് 1 മിനിറ്റ്. 60 സെക്കൻഡ് 1 മിനിറ്റാണ്. അപ്പോൾ 59 കഴിഞ്ഞാൽ 60 ആണ് അല്ലേ. അപ്പോൾ ഈ 60 സെക്കൻഡ് ആകുന്ന സമയത്ത് അതിന് പകരമായിട്ട് എന്ത് എഴുതാം? 1 മിനിറ്റ് എന്ന് എഴുതാം അല്ലേ. അതെന്ത് ചെയ്യും? ഈ 29 മിനിറ്റ് മാറിയിട്ട് 30 മിനിറ്റായിട്ട് മാറും. നെക്സ്റ്റ് 31 ആയി, നെക്സ്റ്റ് 32 ആയി അല്ലേ. നെക്സ്റ്റ് എത്രയാണ് വേണ്ടത്? 9 അവർ 33 അല്ലേ. നെക്സ്റ്റ് 9:34, 9:35, 9:36. ഓക്കെ, നെക്സ്റ്റിന് നമ്മളിവിടെ എഴുതി കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. റൈറ്റ് ദ നെക്സ്റ്റ് ടൈംസ് ദാറ്റ് ദ ഡിജിറ്റൽ ക്ലോക്ക് ഷോസ്. ഡിജിറ്റൽ ക്ലോക്ക് കാണിക്കുന്ന അടുത്ത സമയങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ. ഡിഡ് യു നോട്ട് ദ ടൈംസ് ഇൻ ദ എബോവ് പിക്ചേഴ്സ്? മുകളിൽ കാണിച്ചിരിക്കുന്ന പിക്ചേഴ്സിൽ ടൈം, സമയം നിങ്ങൾ ശ്രദ്ധിച്ചോ? വാട്ട് ഓൾ തിങ്സ് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? എന്തൊക്കെയാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്? വാട്ട് ഈസ് ദ ടൈം ഷോൺ ആഫ്റ്റർ 9 അവർ 29 മിനിറ്റ് ആൻഡ് 59 സെക്കൻഡ്? 9 അവർ 29 മിനിറ്റ് 59 സെക്കൻഡ് ശേഷം വരുന്ന ടൈം ഏതാണ്? അതായത് ഈ 59 സെക്കൻഡ് നെക്സ്റ്റ് 60 വേണ്ടത് അല്ലേ. 60 സെക്കൻഡ് എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്. ആ 1 മിനിറ്റ് ഏതിൻ്റെ കൂടെ ആഡ് ആകും? ഈ 29 + 1 ആകും അല്ലേ. അപ്പോൾ എന്തായിട്ട് മാറും? 9 അവർ 30 മിനിറ്റ് ആകും അല്ലേ. അപ്പോൾ എത്രയാണ്? 9 അവർ 30 മിനിറ്റ് 00 സെക്കൻഡ് അല്ലേ. വാട്ട് ഈസ് ഷോൺ ആഫ്റ്റർ 29 മിനിറ്റ് ആൻഡ് 59 സെക്കൻഡ്? 30 മിനിറ്റ്സ് അല്ലേ. വാട്ട് ഡിഡ് യു ഗെറ്റ് ഫ്രം ദിസ്? ഇതിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കി? 60 സെക്കൻഡ്സ് 1 മിനിറ്റ്, അതായത് 60 സെക്കൻഡ് 60 സെക്കൻഡ് കൂടിയാലാണ് 1 മിനിറ്റ് ആകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ. നെക്സ്റ്റ് സെക്കൻഡ്സ് ആൻഡ് മിനിറ്റ്സ്. സെക്കൻഡും മിനിറ്റ്സും നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്നാണ്. അതായത് മിനിറ്റിൻ്റെ പ്ലേസ് ആണ് ഫസ്റ്റിൽ കാണിക്കുന്നത്, നെക്സ്റ്റ് സെക്കൻഡിൻ്റെ പ്ലേസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 58 സെക്കൻഡാണ്, 59 സെക്കൻഡായി.
ഇനി 59 സെക്കൻഡ്, അതായത് നെക്സ്റ്റ് വേണ്ടത് 60 ആണ് അല്ലേ. ആ 60 പകരം 60 സെക്കൻഡ് കൂടിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് 1 മിനിറ്റ് ആണ്. നെക്സ്റ്റ് എന്തായി, 1ൻ്റെ കൂടെ 1 സെക്കൻഡ് കൂടെ കൂടുന്ന സമയത്ത് 1 മിനിറ്റ് 1 സെക്കൻഡ് ആയി അല്ലേ. നെക്സ്റ്റ് നിധി അറ്റ് സ്കൂൾ. നിധി സ്കൂളിലെത്തി. ലുക്ക് അറ്റ് ദ ടൈം നിധി റീച്ച്ഡ് സ്കൂൾ. നിധി സ്കൂളിലെത്തിയ ടൈം നോക്കൂ, 9:40ക്കാണ് എത്തിയത് അല്ലേ. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? സ്കൂൾ ബസ് വന്നത് 9:30ക്കാണ്. ഹൗ മച്ച് ടൈം ഡിഡ് ഷീ ട്രാവൽ ടു റീച്ച് സ്കൂൾ. അപ്പോൾ അവൾ സ്കൂളിലെത്താൻ വേണ്ടി എത്ര ടൈമാണ് ട്രാവൽ ചെയ്തത്? 9:30 9:40 ആകാൻ വേണ്ടി എത്ര ടൈമാണ് എടുത്തത്? 10 മിനിറ്റ്സ് അല്ലേ. 10 മിനിറ്റ്സ് ആണ് യാത്ര ചെയ്തത്. അപ്പോൾ നിധി അങ്ങനെ സ്കൂളിലെത്തി. സ്കൂളിൽ നടത്ത മത്സരമുണ്ട്. വെൻ ഡസ് ദ റേസ് വാക്കിംഗ് ബിഗിൻ. അപ്പം ഈ നടത്ത മത്സരം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അറ്റ് 10:30 10:30 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ സ്കൂളിൽ എത്രയാണ് ടൈം? 9:45 ആണ് ടൈം. റേസ് വാക്കിംഗ് നടത്ത മത്സരം. ദ ഡിജിറ്റൽ ക്ലോക്ക് ഷോസ് ദ ടൈം വെൻ ദ റേസ് വാക്കിംഗ് സ്റ്റാർട്ടഡ്. ഇവിടെ ഡിജിറ്റൽ ക്ലോക്കിൽ കാണിച്ചിരിക്കുന്ന ടൈം നടത്ത മത്സരം ആരംഭിക്കുന്ന ടൈമാണ്. സി ദ ടൈം അറ്റ് വിച്ച് ദ ചിൽഡ്രൻ ഫിനിഷ്ഡ് ദ റേസ്. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്ന ടൈം എന്താണ്? കുട്ടികൾ നടത്ത മത്സരം, അതായത് നടത്ത മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളുണ്ടല്ലോ, ഓരോ കുട്ടികളും ഫിനിഷ് ചെയ്ത ടൈമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മിലി 10:31:32 ഫിനിഷ് ചെയ്തു. തനു 10:31:25, സയ 10:31:12, നിധി 10:31:29, അയന 10:31:15 സ്റ്റാർട്ട് ചെയ്തു, ഫിനിഷ് ചെയ്തു. ഹൗ ഡു വി നോ ഹു ഈസ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? ഇതിൽ ആർക്കാണ് ഫസ്റ്റ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അതായത് ഏറ്റവും സ്പീഡിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് വാക്കിങ് നടത്തം അവസാനിപ്പിക്കുന്നത് അല്ലേ. അതായത് ഏറ്റവും കുറവ് സമയം കൊണ്ട് ഫിനിഷ് ചെയ്യുന്നവരാണ് ഫസ്റ്റ്. സയാണ് ഏറ്റവും കുറവ് സമയം കൊണ്ട് ഫിനിഷ് ചെയ്ത് 10:31:12 ഫിനിഷ് ചെയ്തു അല്ലേ. 10:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 1 മിനിറ്റ് 12 സെക്കൻഡ് കൊണ്ട് സയ ഫിനിഷ് ചെയ്തു. അപ്പോൾ സയാണ് ഫസ്റ്റ് അല്ലേ. ലുക്ക് അറ്റ് ദ ടൈം ഇൻ ദ ഡിജിറ്റൽ ക്ലോക്ക്. ഇതിലുള്ള ടൈം നിങ്ങൾ ശ്രദ്ധിച്ചേ. ദ ടൈം വെൻ മിലി റീച്ച്ഡ് ദ ഫിനിഷ്. മിലി എപ്പോഴാണ് ഫിനിഷ് ചെയ്തത്? 10:31:32 സെക്കൻഡിന് ഫിനിഷ് ചെയ്തു അല്ലേ. അപ്പം എത്ര മണിയാണ്? 10:31:32 സെക്കൻഡ്. 10:31:32 സെക്കൻഡ് അല്ലേ. ഹൗ മച്ച് ടൈം ഡിഡ് ഷീ ടേക്ക് ടു ഫിനിഷ്? എത്ര ടൈമാണ് അവൾ ഫിനിഷ് ചെയ്യാൻ എടുത്തത്? അതായത് 10:30ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. 10:31:32 അവസാനിപ്പിച്ചല്ലേ. അപ്പോൾ എത്രയാണ്? 1 മിനിറ്റ് 32 സെക്കൻഡ്. ഹൂ ഫിനിഷ് ദ റേസ് ഇൻ ലീസ്റ്റ് ടൈം? ഏറ്റവും കുറവ് സമയം കൊണ്ട് റേസ് അവസാനിപ്പിച്ചത് ഫിനിഷ് ചെയ്ത ആരാണ്? സയ തന്നെയാണല്ലേ. 10:31:12 ഏറ്റവും കുറവ് സമയം കൊണ്ട് സയാണ്. ഹൗ മച്ച് ടൈം? എത്ര ടൈമാണ് എടുത്തത്? അപ്പോൾ 10:30ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. എപ്പോഴും അവസാനിപ്പിച്ചു? 10:31:12. അപ്പോൾ എത്രയാണ് ടൈം? 1 മിനിറ്റ് 12 സെക്കൻഡ് അല്ലേ. റൈറ്റ് ഇൻ ഓർഡർ ദ നെയിംസ് ഓഫ് ദോസ് ഹൂ ഫിനിഷ്ഡ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടിയവരുടെ പേരുകൾ ക്രമത്തിൽ എഴുതുക. ആർക്കാണ് ഫസ്റ്റ്? സയ ആണല്ലേ ഏറ്റവും കുറവ് സമയം കൊണ്ട്. നെക്സ്റ്റ് 10:31:12 കൂടുതൽ വരുന്നത് ഏതാണ്? 10:31:15 അയന. നെക്സ്റ്റ് ആരാണ്? തനു അല്ലേ. 10:31:25. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ച് കളിയാണ്. നിങ്ങൾ സ്കൂളിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. നിങ്ങൾ 1 to 50 വരെ കൗണ്ട് ചെയ്യുക, എണ്ണുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 1 to 50 വരെ എണ്ണാൻ വേണ്ടി എത്ര ടൈം എടുത്തു നിങ്ങളുടെ ഫ്രണ്ട്സും എണ്ണുക. അപ്പോൾ ഓരോരാളും എത്ര ടൈം എടുത്തു എന്ന് ഡിജിറ്റൽ ക്ലോക്കിൽ നിങ്ങൾ നോക്കുക. ആ ടൈം എഴുതിയിട്ട് മാക്സിമം എത്ര ടൈമാണ് എണ്ണാൻ വേണ്ടി എടുത്തത്, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് മൈ ടൈം, എൻ്റെ സമയം. റൈറ്റ് ദ തിങ്സ് യു ക്യാൻ ഡു ഇൻ 1 മിനിറ്റ്. നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ താഴെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ് എത്രയാണെന്ന് നിങ്ങൾക്കൊരു ധാരണ കിട്ടണം അല്ലേ. അതിന് തന്ന പ്രവർത്തനമാണിത്. ഇപ്പോൾ 1 മിനിറ്റ് എത്രയായിരിക്കും? 60 സെക്കൻഡ്. 60 സെക്കൻഡ് കൂടിയതാണ് 1 മിനിറ്റ്. 1 മിനിറ്റ് 60 സെക്കൻഡ്. അപ്പം 1 സെക്കൻഡ് എത്രയായിരിക്കും? അതായത് നിങ്ങളുടെ ക്ലോക്കിൽ ഇങ്ങനെ ടിക്ക് ടിക്ക് എന്നുള്ള ശബ്ദം കേൾക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ 1 ടിക്ക് എന്ന് പറയുന്ന അത്ര ടൈമാണ് 1 സെക്കൻഡ്. അപ്പോൾ 60 സെക്കൻഡ്, 60 സെക്കൻഡ് എത്രയായിരിക്കും? ഏകദേശം ഒരു 60 വരെ എണ്ണുന്ന ടൈം. അത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ എന്തൊക്കെ ചെയ്യാം നിങ്ങൾക്ക്? ഐ ക്യാൻ കൗണ്ട് അപ്പ് ടു 60, 60 വരെ എണ്ണാം അല്ലേ. പിന്നെന്താണ്? ഐ ക്യാൻ ഡ്രോ പിക്ചർ, സിമ്പിൾ പിക്ചർ, ഐ ക്യാൻ വാക്ക്, ഐ ക്യാൻ റീഡ്, ഐ ക്യാൻ റൈറ്റ്, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾക്ക് എഴുതാം അല്ലേ. ഓക്കെ. നെക്സ്റ്റ് വാക്ക് ആൻഡ് ടൈം, നടന്നിട്ട് സമയം കണ്ടെത്തുക. ദ ടൈം യു ടേക്ക് ടു വാക്ക് ഓൾ അറൗണ്ട് ദ ക്ലാസ് റൂം റൈറ്റ് ബിസൈഡ് ദ ബോൾസ്. നിങ്ങളുടെ ക്ലാസ് റൂമിൽ ചുമരിനരികിലൂടെ നിങ്ങൾ ചുറ്റും നടക്കുക. എന്നിട്ട് എത്ര സമയം വേണ്ടി വന്നോ അത് ഫൈൻഡ് യൂസിങ് എ സ്റ്റോപ്പ് വാച്ച്. ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് നിങ്ങൾ സമയം കണക്കാക്കുക. എന്നിട്ട് അവിടെ എഴുതുക. നെക്സ്റ്റ് റൗണ്ട് ദ ക്ലോക്ക്, വട്ടം ചുറ്റാം. അതായത് ക്ലോക്കിൽ ഇങ്ങനെ മണിക്കൂർ സൂചി, മിനിറ്റ് സൂചിയൊക്കെ വട്ടം ചുറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. റൗണ്ട് ആൻഡ് റൗണ്ട് ദ ക്ലോക്ക് ഗോസ് അവർ ഹാൻഡ്
2 റൗണ്ട്സ് ഫുൾ മേക്സ് ദ ഹോൾ ഡേ. എന്താണ്? റൗണ്ട് ആൻഡ് റൗണ്ട് ദ ക്ലോക്ക് ഗോസ് ദ അവർ ഹാൻഡ്. മണിക്കൂർ സൂചി വട്ടം വട്ടം ചുറ്റുന്ന മണിക്കൂർ സൂചി ചുറ്റുന്ന 2 റൗണ്ട്സ് 2 റൗണ്ട് ഫുൾ മേക്സ് ദ ഹോൾ ഡേ. 2 വട്ടം ചുറ്റുമ്പോഴാണ് ഒരു ദിവസം പൂർത്തിയാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് മണിക്കൂർ സൂചി ഒരു ക്ലോക്കിൽ 2 തവണ ചുറ്റുമ്പോഴാണ് ഒരു ദിവസം പൂർത്തിയാകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ക്ലോക്ക്. അപ്പോൾ മണിക്കൂർ സൂചി ഇവിടെ ഉണ്ടല്ലേ, 12ൽ ഉണ്ട്. ഇത് അവർ ഹാൻഡാണ്, മണിക്കൂർ സൂചിയാണ്. ഈ 12ൽ നിന്ന് ഈ മണിക്കൂർ സൂചി ഇങ്ങനെ കറങ്ങി വന്ന് വീണ്ടും 12ൽ എത്തുമ്പോൾ എത്ര മണിക്കൂറാണ് ആകുന്നത്? 12ൽ നിന്ന് 1ലെത്തുമ്പോൾ 1 മണിക്കൂർ അല്ലേ, 1 അവർ. അപ്പോൾ 2 അവറായി, 3 അവറായി, ഇങ്ങനെ വന്ന് 12 അവർ ആകുമ്പോഴാണ് 12 മണിക്കൂർ ആകുമ്പോഴാണ് ഒരു വട്ടം ചുറ്റുന്നത്. അപ്പം ഒരു റൗണ്ട് കറങ്ങുന്നു അല്ലേ മണിക്കൂർ സൂചി. ഇനി ഇപ്പോൾ രാത്രി 12ന് തുടങ്ങി ഉച്ചക്ക് 12 ആകുമ്പോൾ ഒരു ദിവസമായില്ല, പകുതി ദിവസമേ ആയുള്ളൂ. 24 മണിക്കൂറാണ്, 24 അവറാണ് 1 ഡേ, ഒരു ദിവസം. അപ്പോൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഉച്ചക്ക് 12ന് തുടങ്ങി രാത്രി 12ൽ എത്തുമ്പോൾ എത്ര? വീണ്ടും 12 മണിക്കൂർ എടുത്തു അല്ലേ, ഒരു വട്ടവും കൂടെ ചുറ്റി. അപ്പോൾ എത്ര വട്ടം ചുറ്റി? ഇപ്പോൾ 2 വട്ടം ചുറ്റി അല്ലേ, 2 റൗണ്ട്സ് കറങ്ങി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. റൗണ്ട് ആൻഡ് റൗണ്ട് ദ ക്ലോക്ക് ഗോസ് ദ മിനിറ്റ് ഹാൻഡ്. ഇനി മിനിറ്റ് സൂചി വട്ടം വട്ടം ചുറ്റുന്ന മിനിറ്റ് സൂചിയും കറങ്ങുന്നുണ്ട് അല്ലേ ക്ലോക്കിൽ. ഹൗ മെനി റൗണ്ട്സ് ഇൻ ഓൾ ടു മേക്ക് എ ഫുൾ ഡേ. ഒരു ദിവസം പൂർത്തിയാകാൻ വേണ്ടി മിനിറ്റ് സൂചി ക്ലോക്കിൽ എത്ര തവണയാണ് ചുറ്റുന്നത്, വട്ടം ചുറ്റുന്നത്, റൗണ്ട് ചുറ്റുന്നത്, അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് ഇവിടെ എഴുതുക. നമ്മൾക്ക് നോക്കാം. ഇത് ക്ലോക്കാണ്. അപ്പോൾ ഇത് മിനിറ്റ് ഹാൻഡ് അല്ലേ, മിനിറ്റ് സൂചിയാണ്. മിനിറ്റ് സൂചി 12ലുണ്ട്. ഈ 12ൽ നിന്ന് മിനിറ്റ് സൂചി ഇങ്ങനെ കറങ്ങി വന്ന് വീണ്ടും 12ൽ എത്തുമ്പോൾ എത്ര മണിക്കൂറാണ് എടുക്കുന്നത്? അതായത് 12ൽ തുടങ്ങി 1ൽ എത്തുമ്പോൾ 1 മണിക്കൂർ എടുക്കുന്നില്ല അല്ലേ, മിനിറ്റ് സൂചി 5 മിനിറ്റാണ് എടുക്കുന്നത് അല്ലേ 1ൽ എത്തുമ്പോൾ. ഇനി 2ൽ എത്തുമ്പോൾ 10 മിനിറ്റ്, 10 മിനിറ്റാണ്. പിന്നെ 15 മിനിറ്റ്, ഇങ്ങനെ വന്ന് 60 മിനിറ്റാണ് എന്ത് ചെയ്യുന്നത്? ഒരു വട്ടം ചുറ്റാൻ വേണ്ടി 60 മിനിറ്റാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ 60 മിനിറ്റ്, 60 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 1 മണിക്കൂറാണ് അല്ലേ. 1 അവറാണ്. 60 മിനിറ്റ് കൂടിയാൽ 1 അവറാണ്, 1 മണിക്കൂറാണ്. അപ്പോൾ ഒരു വട്ടം ചുറ്റുമ്പോൾ 1 മണിക്കൂർ എടുത്തിട്ടാണ് ഒരു വട്ടം ചുറ്റുന്നത്. ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 24 അവറാണ്, 24 അവറാണ് ഒരു ദിവസം അല്ലേ. അപ്പം ഒരു വട്ടം ചുറ്റാൻ വേണ്ടി 1 മണിക്കൂറാണെങ്കിൽ 24 അവർ കറങ്ങാൻ വേണ്ടി എത്ര വട്ടം ചുറ്റേണ്ടി വരും? 24 ടൈംസ് 24 തവണ 24 റൗണ്ട് ചുറ്റേണ്ടി വരും അല്ലേ. 24 റൗണ്ട്സ് ചുറ്റേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇവിടെ എത്രയാണ്? ഹൗ മെനി റൗണ്ട്സ് ഇൻ ഓൾ ടു മേക്ക് എ ഫുൾ ഡേ. ഒരു ദിവസം പൂർണ്ണമാകുമ്പോൾ മിനിറ്റ് ഹാൻഡ് എത്ര തവണ റൗണ്ട് ചെയ്യുന്നുണ്ട്? 24 റൗണ്ട്സ്, 24 ടൈംസ് റൗണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ. 24 തവണ കറങ്ങുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് പസിൽ കോർണർ. ലുക്ക് അറ്റ് ദ നമ്പർ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ നോക്കിയതാണ് 101 അല്ലേ, 101 ആണ്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ജസ്റ്റ് 2 ലൈൻസ്. അപ്പോൾ ഈ നമ്പർ ഇങ്ങനെ ലൈൻസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. 1 ഇങ്ങനെ 2 ലൈനോടാണ് എഴുതിയിട്ടുള്ളത്. ഇനി 0 ഇങ്ങനെ ലൈൻസ് ഇട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ 101 ലൈൻസ് ഇട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതിലുള്ള ഏതെങ്കിലും 2 ലൈൻസ് നിങ്ങൾ മാറ്റിയിട്ട്, ഏതെങ്കിലും 2 ലൈൻസ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ 101 ഇങ്ങനെ ലൈൻസ് ഇട്ട് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള 2 ലൈൻസ് ഞാൻ മാറ്റാൻ പോവുകയാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു ലൈൻ മാറ്റി. ഇനി നെക്സ്റ്റ് അടുത്ത ലൈനും മാറ്റാൻ പോവുകയാണ്. രണ്ടാമത്തെ ലൈനും മാറ്റിയല്ലേ. അപ്പോൾ ഈ 2 ലൈന് നമ്മൾക്ക് ഒരു ലൈന് ഇവിടെ ഞാൻ കൊടുത്തു. അപ്പോൾ ഇതിനെ 7 ആക്കി. ഇനിയോ മറ്റേ ലൈൻ ഇവിടെ തന്നെ കൊടുത്തു. ഇത് 5 ആക്കി. ഇപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ ഏതാണ്? 751 അല്ലേ. അപ്പം 101 യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ എനിക്ക് കിട്ടിയത് 751 ആണ്. അപ്പോൾ നിങ്ങൾക്കും ഈ നമ്പർ തന്നെയാണ് കിട്ടുന്നത് എന്ന് നോക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഇൻ 101 1 ലൈൻ ഫ്രം 0 ഈസ് ഷിഫ്റ്റഡ് ടു ദ മിഡിൽ ഓഫ് 0. അതായത് ഈ 101 എന്നുള്ള ഈ സംഖ്യയിൽ നിന്ന് 0യിലുള്ള ഒരു ലൈൻ മിഡിലേക്ക് നടുക്കേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ വാട്ട് ഡു വി ഗെറ്റ്? എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക? 191 അല്ലേ, 191 അല്ലേ. ക്യാൻ യു മേക്ക് എ നമ്പർ ലാർജർ ദാൻ 191? നിങ്ങൾക്ക് ഈ 191നേക്കാളും വലിയ നമ്പർ കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരു ലൈൻ മാറ്റിക്കഴിഞ്ഞാൽ കിട്ടില്ല അല്ലേ. കാരണം എന്താണ്? ഈ 101ലുള്ള 101ലുള്ള ഒരു ലൈനാണ് മാറ്റേണ്ടത് അല്ലേ. അപ്പോൾ അതിൻ്റെ അപ്പുറം ഇപ്പോഴുള്ള 1, അതായത് ഈ 1ൻ്റെ ഒരു ലൈൻ മാറ്റിക്കഴിഞ്ഞാൽ 1 ഇല്ലാതാവും അല്ലേ. അപ്പോൾ അത് രണ്ടും നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ 0യിലുള്ള ഒരു ലൈൻ മാത്രമേ മാറ്റാൻ പറ്റൂ. അപ്പോൾ 0യിലുള്ള ഒരു ലൈൻ മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ 9 തന്നെയാണ്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും 1 വരും, നടുക്ക് 9 വരും. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ ഏത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ?
191 മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ അല്ലേ? ഓക്കെ. ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്, തുടങ്ങിയിട്ട് അവസാനിപ്പിക്കാം. സീ ദ പിക്ചർ, താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കൂ. സ്റ്റാർട്ട് ഡ്രോയിങ് ദ പിക്ചർ വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ പെൻസിൽ ടിൽ ഫിനിഷ്ഡ്. നിങ്ങൾ ഇതിൻ്റെ മുകളിലൂടെ വരക്കുക. എങ്ങനെയാണ് വരക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെൻസിൽ എടുക്കാൻ പാടില്ല. ഓൾസോ ഡോണ്ട് ഡ്രോ ഓൺ ദ ലൈൻ ഓൾറെഡി ഡ്രോൺ. വരച്ച വരയുടെ മുകളിലൂടെ പിന്നെ വീണ്ടും വരക്കാനും പാടില്ല. ഹൗ മച്ച് ടൈം ഡിഡ് യു ടേക്ക് ടു ഡ്രോ? എത്ര സമയം നിങ്ങൾക്ക് വരക്കാനെടുക്കും? അപ്പോൾ ഞാനിവിടെ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, എനിക്ക് 6 സെക്കൻഡാണ് എടുത്തത്. ഇനി വേറെയും വഴികളുണ്ടാവും അല്ലേ വരക്കാൻ വേണ്ടി? നിങ്ങൾ കൂടുതൽ വഴികൾ കണ്ടെത്തുക. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, ഇത് വരക്കാൻ വേണ്ടി 8 സെക്കൻഡ് എടുത്തു. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് മേക്ക് എ ക്ലോക്ക്. ക്ലോക്ക് ഉണ്ടാക്കാം. ദ ചിൽഡ്രൻ ഇൻ നിധീസ് ക്ലാസ് ആർ മേക്കിംഗ് ക്ലോക്സ്. നിധിയുടെ ക്ലാസ്സിലെ കുട്ടികൾ ക്ലോക്ക് ഉണ്ടാക്കിയാണ്. സ്റ്റാർട്ട് മേക്കിംഗ് ക്ലോക്ക് അറ്റ് 11. ക്ലോക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത് 11 മണിക്കാണ്. ആൻഡ് വി ഹാവ് 2 hours. 2 മണിക്കൂർ വേണം ക്ലോക്ക് ഉണ്ടാക്കി തീരാൻ വേണ്ടി. വെൻ വിൽ ഇറ്റ് ബി ഫിനിഷ്ഡ്? അപ്പോൾ എപ്പോഴായിരിക്കും ഇത് ഫിനിഷ് ചെയ്യുക, ഉണ്ടാക്കി കഴിയുക എപ്പോഴായിരിക്കും? 11 o'clock തുടങ്ങിക്കഴിഞ്ഞാൽ, 11 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ 2 hours കൂട്ടുക, 2 മണിക്കൂർ കൂട്ടുക. അപ്പോൾ 11ൻ്റെ കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 13 അല്ല, ടൈമാണ് അല്ലേ? അപ്പോൾ 11ൻ്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 1 hour കൂട്ടിക്കഴിഞ്ഞാൽ 12 ആയി. 2 hour കൂട്ടുമ്പോൾ എത്ര ആകും? 12 കഴിഞ്ഞാൽ പിന്നെ 1 ആണല്ലേ? 1 PM ആണ്. അപ്പോൾ എത്രയാണ്? വെൻ വിൽ ഇറ്റ് ബി ഫിനിഷ്ഡ്? 1 PM അല്ലേ? 1 മണിക്കാണ് അവസാനിക്കുക. ഷോ ഇറ്റ് ഓൺ ദ ക്ലോക്ക്. ഇനി ഈ 1 മണി നിങ്ങൾ എന്ത് ചെയ്യണം? 1 o'clock നിങ്ങൾ ഈ ക്ലോക്കിൽ വരക്കുക. എങ്ങനെയാണ് 1 o'clock വരക്കുക? അപ്പോൾ ഫസ്റ്റിൽ മിനിറ്റ് നീഡിൽ വരക്കുക. മിനിറ്റ് സൂചി ഫസ്റ്റിൽ വരക്കുക. 1 o'clock എന്ന് പറയുമ്പോൾ 12ൻ്റെ അടുത്താണ് മിനിറ്റ് നീഡിൽ വരിക. പിന്നെ മണിക്കൂർ സൂചി അവർ നീഡിൽ എവിടെ വരും? 1ൻ്റെ അടുത്തും കൊടുക്കുക. അപ്പോൾ 1 o'clock ആയി. ഇനി ഇവിടെ എന്താണ് പറയുന്നത്? 1 hour 60 minutes. നമ്മൾ നേരത്തെ പഠിച്ചു 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് കൂടിയതാണ് 1 മണിക്കൂർ. റൈറ്റ് ഇൻ മിനിറ്റ്സ് ദ ടൈം ടേക്കൺ ടു മേക്ക് ദ ക്ലോക്ക്. അപ്പോൾ നിങ്ങൾ ഈ ക്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത സമയമുണ്ടല്ലോ, അത് നിങ്ങൾ മിനിറ്റിൽ എഴുതുക. ക്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത 2 hour ആണല്ലോ, 2 മണിക്കൂറാണ് എടുത്തതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ 2 മണിക്കൂറിന് നമ്മൾക്ക് എങ്ങനെ 2 hour മിനിറ്റ്സിൽ എങ്ങനെ എഴുതാം? 1 hour 60 minutes ആണ് അല്ലേ? 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അപ്പോൾ 2 hour എത്രയായിരിക്കും? 60 + 60 എത്രയാണ്? 60 + 60 120 അല്ലേ? അപ്പോൾ എത്രയാണ് ഇവിടെ? 120 minutes ആണ്. ഓ, 2 hours 120 minutes. അപ്പോൾ ഇവർ പറയുകയാണെന്ത്? 2 hour എന്ന് പറയുന്നത് 120 minutes ആണ്, 120 മിനിറ്റ് ആണ്. അപ്പോൾ ഈ 120 മിനിറ്റ് 120 minutes എത്ര സെക്കൻഡാണ്? 7200 സെക്കൻഡാണ്. 7200 സെക്കൻഡാണ് 120 മിനിറ്റ്. ഇതെങ്ങനെ കിട്ടി? അതായത് ഈ 120 മിനിറ്റ് 120 മിനിറ്റ്സിനാണ് നമ്മൾ സെക്കൻഡ് ആക്കിയത് അല്ലേ? അപ്പോൾ 120 മിനിറ്റ്സ് എത്ര സെക്കൻഡാണെന്ന് നമുക്ക് എങ്ങനെ കാണാം? 1 മിനിറ്റ് എത്ര സെക്കൻഡാണ്? 1 മിനിറ്റ് എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡാണ് അല്ലേ? 1 മിനിറ്റ് 60 സെക്കൻഡ് കൂടിയതാണ് 1 മിനിറ്റ്. അപ്പോൾ 120 മിനിറ്റ് എത്ര സെക്കൻഡ് ആയിരിക്കും? 120 ഗുണിക്കണം 60 അല്ലേ? 120 ഗുണിക്കണം 60 സെക്കൻഡാണ് 120 മിനിറ്റ് നമ്മൾ സെക്കൻഡ് ആക്കുമ്പോൾ അല്ലേ? അപ്പോൾ എത്രയാണ് കിട്ടുക? 7200 സെക്കൻഡ്. ഇങ്ങനെയാണ് 7200 സെക്കൻഡ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് സീ ദ ക്ലോക്ക് നിധി മെയ്ഡ്. ഇനി നിധി ഉണ്ടാക്കിയ ക്ലോക്ക് നോക്കൂ. ടൈം ടേക്കൺ ഫോർ ദ സെക്കൻഡ് ഹാൻഡ് ടു മൂവ് ഫ്രം 9 to 12 ഈസ് ഡാഷ് സെക്കൻഡ്. അതായത് ഈ സെക്കൻഡ് നീഡിലുണ്ടല്ലോ, സെക്കൻഡ് ഹാൻഡ്, അത് ചുവപ്പ് കളറുള്ള ഈ നീഡിൽ, ഇതാണ് സെക്കൻഡ് നീഡിൽ. ഇത് ഈ 9ൽ നിന്ന് 12ലേക്ക് എത്താൻ വേണ്ടി എത്ര സെക്കൻഡാണ് വേണ്ടത്? അപ്പോൾ 9ൽ നിന്ന് 10ലേക്ക് എത്താൻ വേണ്ടി 5 സെക്കൻഡാണ്. 11ലേക്ക് വീണ്ടും 5 കൂട്ടുക, അപ്പോൾ 10 ആയി. 12ലേക്ക് 15 സെക്കൻഡ് അല്ലേ? അപ്പോൾ എത്രയാണ്? 15 സെക്കൻഡാണ് വേണ്ടത്. റൈറ്റ് ദ ടൈം ഷോൺ ബൈ ദ ക്ലോക്ക് ഡാഷ് അവേഴ്സ് ഡാഷ് മിനിറ്റ്സ് ഡാഷ് സെക്കൻഡ്. ഈ ക്ലോക്കിലുള്ള ടൈം എത്ര അവർ, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡാണെന്ന് നിങ്ങൾ എഴുതുക. എത്ര അവറാണ്? എവിടെയാണ് അവർ നീഡിലുള്ളത്? മണിക്കൂർ സൂചി 1ൻ്റെ അടുത്ത് എത്താൻ പോകുന്നു അല്ലേ? അപ്പോൾ 1 എഴുതാൻ പാടില്ല, 12 അവറാണ് എഴുതേണ്ടത്. 1ൽ എത്തിയില്ല അല്ലേ? അപ്പോൾ 12 അവർ 12 മണി. പിന്നെ എത്രയാണ്? മിനിറ്റ് നീഡിൽ 11ൽ എത്തിയിട്ടില്ല അല്ലേ? അപ്പോൾ 11 എഴുതാൻ പറ്റില്ല. എത്രയാണ്? 11ൽ എത്തുന്നതിന് കുറച്ച് മുമ്പാണുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് പൊസിഷൻ നോക്കുക. അതായത് 54ൽ 11ൽ എത്തുമ്പോൾ 55 ആണ്, 55 മിനിറ്റാണ്. അപ്പം 55ൽ എത്തിയിട്ടില്ല അല്ലേ? 54ൽ എത്തിയുള്ളൂ. അപ്പോൾ ഇവിടെ എത്ര കൊടുക്കാം? എത്ര മിനിറ്റാണ്? 54 മിനിറ്റ്, 54 മിനിറ്റ്, 12 മണി, 54 മിനിറ്റ്. പിന്നെ എത്ര സെക്കൻഡാണ്? സെക്കൻഡ് സൂചി കറക്റ്റ് 9ലുണ്ടല്ലേ? അപ്പോൾ 45 സെക്കൻഡ്, 45 സെക്കൻഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈം ടേക്കൺ ബൈ ദ അവർ ഹാൻഡ് ടു മേക്ക് 1 റൊട്ടേഷൻ. മണിക്കൂർ സൂചി 1 റൊട്ടേഷൻ. ക്ലോക്കിൽ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, 1 തവണ ചുറ്റാൻ വേണ്ടി മണിക്കൂർ സൂചി. അവർ ഹാൻഡ്
വൺ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര മണിക്കൂർ എടുക്കും? ഒരു തവണ ചുറ്റാൻ നമ്മൾ നേരെ പഠിച്ചല്ലോ. 12ൽ നിന്ന് വീണ്ടും 12ലേക്ക് എത്താൻ വേണ്ടി എത്ര മണിക്കൂറാണ് എടുത്തത്? 12 അവർ അല്ലേ, 12 മണിക്കൂറാണ് എടുത്തത്. അതായത് ഇവിടെ എത്തുമ്പോൾ 1 മണിക്കൂറായി, പിന്നെ 2ൻ്റെ അടുത്ത് എത്തുമ്പോൾ 2 മണിക്കൂർ, അങ്ങനെ വീണ്ടും 12ൽ എത്തുമ്പോൾ 12 അവർ അല്ലേ. ഇനി വാട്ട് അബൌട്ട് ദ മിനിറ്റ് ഹാൻഡ്? മിനിറ്റ് നീഡിൻ്റെ കാര്യം എത്രയാണ്? മിനിറ്റ് സൂചി 12ൽ നിന്ന് തുടങ്ങി വീണ്ടും 12ൽ എത്താൻ വേണ്ടി എത്ര ടൈമാണ് വേണ്ടത്? 12 അവർ വേണ്ട അല്ലേ. അതായത് 1ൽ എത്തുമ്പോൾ 5 മിനിറ്റേ ആകുന്നുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ 60 മിനിറ്റാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ 60 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 60 മിനിറ്റ് 60 മിനിറ്റ് 1 അവർ ആണല്ലേ. അപ്പോൾ എത്രയാണ് ഇവിടെ വേണ്ടത്? 1 അവർ, 1 മണിക്കൂറാണ്. ആൻഡ് ദ സെക്കൻഡ് ഹാൻഡ്, സെക്കൻഡ് സൂചിയോ? ഇത് സെക്കൻഡ് സൂചിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സെക്കൻഡ് സൂചി 12ൽ നിന്ന് വന്ന് ഇവിടെ 12ൽ എത്തുമ്പോൾ 60 സെക്കൻഡാണ് എടുക്കുക അല്ലേ. 60 സെക്കൻഡാണ് വേണ്ടത്. അപ്പം ആൻഡ് ദ സെക്കൻഡ് ഹാൻഡ് 60 സെക്കൻഡ് എന്ന് പറയുന്നത് 1 മിനിറ്റാണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? 1 മിനിറ്റാണ് വേണ്ടത്. ഓക്കെ. ദ ലോങ്ങസ്റ്റ് ആൻഡ് തിന്നസ്റ്റ് ഹാൻഡ് ഓഫ് ദ ക്ലോക്ക് ഈസ് ദ സെക്കൻഡ് ഹാൻഡ്. സെക്കൻഡ് സൂചിയാണ് ക്ലോക്കിലുള്ള നേരിയ സൂചി. തിന്നസ്റ്റും മെലിഞ്ഞതും നേരിയതായിട്ടുള്ള മെലിഞ്ഞതും നീളം കൂടിയതുമായിട്ടുള്ള നീഡിൽ സെക്കൻഡ് സൂചിയാണ് ക്ലോക്കിലുള്ളത്. വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മൂവിങ് ഹാൻഡ് ഓഫ് ദ ക്ലോക്ക്? അതായത് ഏറ്റവും സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഹാൻഡ്, ക്ലോക്കിലുള്ള ഹാൻഡ് ഏതാണ്? സെക്കൻഡ് ഹാൻഡ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? സെക്കൻഡ് ഹാൻഡാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് സീ ദ ക്ലോക്ക്, റൈറ്റ് ദ ടൈം. ക്ലോക്ക് നോക്കിയിട്ട് സമയം എഴുതുക. അപ്പോൾ ഇവിടെ ക്ലോക്കിൽ നോക്കിയിട്ട് നിങ്ങളിവിടെ ടൈം എഴുതുക. അപ്പം അവേഴ്സ് എത്രയാണ്? അവേഴ്സ് 3 കഴിഞ്ഞ് 4ൻ്റെയും 3ൻ്റെയും നടുക്കാണ് ഉള്ളത് അല്ലേ. അപ്പം അവർ 4 എത്തിയില്ല, 3 ആണ്. ഇനി മിനിറ്റ് ഹാൻഡ് എവിടെയാണ് ഉള്ളത്? മിനിറ്റ് സൂചി എവിടെയാണ് ഉള്ളത്? 6ലാണുള്ളത് അല്ലേ. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ 1ലെത്തുമ്പോൾ 5, 10 ഇങ്ങനെ വന്ന് 6ലെത്തുമ്പോൾ 30 ആണ്. അപ്പോൾ എത്ര മിനിറ്റാണ്? 30 മിനിറ്റ്. ഇനി സെക്കൻഡ് ഹാൻഡ് എവിടെയാണ് ഉള്ളത്? 3ൻ്റെ അടുത്താണ് ഉള്ളത് അല്ലേ. അപ്പോൾ എത്ര സെക്കൻഡാണ്? 15 സെക്കൻഡ്, 15 സെക്കൻഡ്. ഇനി നെക്സ്റ്റ് ക്ലോക്ക് നോക്കാം. എവിടെയാണ് മണിക്കൂർ സൂചി? എവിടെയാണുള്ളത്? 10 കഴിഞ്ഞിട്ടാണുള്ളത്, 10ലാണുള്ളത്. അപ്പോൾ 10 അവർ. ഇനി മിനിറ്റ് നീഡിൽ 2ലാണ്, അപ്പോൾ 10 മിനിറ്റ്. ഇനി സെക്കൻഡ് നീഡിൽ എവിടെയാണുള്ളത്? 4 കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞു അല്ലേ. അപ്പോൾ 22 സെക്കൻഡ്. ഓക്കെ. നെക്സ്റ്റ് ഡ്രോ ദ ടൈം ഇൻ ദ ക്ലോക്ക്. ഈ ക്ലോക്കിൽ നിങ്ങൾ സമയം വരയ്ക്കുക. എത്രയാണ് മണി? എത്രയാണ്? 12 അവറാണ്. 12 അവർ. അപ്പോൾ 12 മണി 50 മിനിറ്റ്സ് ആണ്. ഫസ്റ്റിൽ മിനിറ്റിൻ്റെ കാര്യം നോക്കുക. അപ്പോൾ 50 മിനിറ്റ് എന്ന് പറയുമ്പോൾ 10ലേക്കാണ് മിനിറ്റ് ഹാൻഡ് കൊടുക്കേണ്ടത്. മിനിറ്റ് ഹാൻഡ് 10ലേക്ക് കൊടുക്കുക. ഇനി മണിക്കൂർ ഹാൻഡ് എവിടെ കൊടുക്കുക? 1ൻ്റെ അടുത്ത് എത്താനാകുന്നിടത്ത് കൊടുക്കുക. സെക്കൻഡ് ഹാൻഡ് 6ലേക്കും കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് 6 അവർ 5 മിനിറ്റ്സ് 16 സെക്കൻഡ് അല്ലേ. അപ്പോൾ ഫസ്റ്റിൽ മിനിറ്റ് ഹാൻഡ് കൊടുക്കുക. എവിടെയാണ്? 5 മിനിറ്റാണ്. 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1ലേക്ക് കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്? ഇനി അവർ സൂചി കൊടുക്കുക. എവിടെയാണ്? അവർ എത്രയാണ്? 6 അവർ അല്ലേ, 6 മണി അല്ലേ. അപ്പം അവർ ഹാൻഡ് 6ലേക്കും കൊടുക്കുക. നെക്സ്റ്റ് 16 സെക്കൻഡാണ്, 16 സെക്കൻഡാണ്. അപ്പോൾ 16 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 3 കഴിഞ്ഞിട്ട് 1ലേക്ക് അല്ലേ. നെക്സ്റ്റ് ഒരു പസിൽ കോർണറാണ്. 1 അവർ എഗോ ദ ടൈം വാസ് 10 അവർ ആൻഡ് 15 മിനിറ്റ്സ്. 1 മണിക്കൂർ മുമ്പേ സമയം എത്രയായിരുന്നു? 10 മണി 15 മിനിറ്റ്, അതായത് 10:15. വാട്ട് വിൽ ബി ദ ടൈം ആഫ്റ്റർ 2.5 അവർ? അപ്പോൾ 2.5 മണിക്കൂറിന് ശേഷം സമയം എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 1 അവർ എഗോ ആണ്, 1 മണിക്കൂർ മുമ്പെയാണ് 10 അവർ ആൻഡ് 15 മിനിറ്റ്സ്, 10:15. അപ്പോൾ ഇപ്പോൾ എത്രയായിരിക്കും സമയം? 1 മണിക്കൂർ മുമ്പേ 10:15 ആണെങ്കിൽ ഇപ്പോൾ ടൈം എത്രയായിരിക്കും? 11:15 ആയിരിക്കും അല്ലേ. 11 ആൻഡ് 15 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? വാട്ട് വിൽ ബി ദ ടൈം ആഫ്റ്റർ 2.5 അവർ? അപ്പോൾ 2.5 മണിക്കൂറിന് ശേഷം എത്രയായിരിക്കും സമയം? ഇപ്പോൾ 11 ആൻഡ് 15 കിട്ടി. ഇതിൻ്റെ കൂടെ എന്ത് കൂട്ടുക? 2.5 മണിക്കൂർ കൂട്ടുക അല്ലേ. 2:30, 2 അവർ 30 മിനിറ്റ്സ് കൂട്ടുക. അപ്പോൾ ഇത് നമ്മൾക്ക് ഇങ്ങനെ താഴത്തായിട്ട് കൂട്ടാൻ പറ്റില്ല. ഇവിടെ 13 വരും അല്ലേ. അപ്പോൾ 13 വരുന്ന ടൈം ഉണ്ട്, പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചില്ല. നമ്മൾക്കിപ്പോൾ മനസ്സിൽ തന്നെ കൂട്ടാം. 11:15ൻ്റെ കൂടെ എന്ത് ചെയ്യുക? 2 അവറും 2 മണിക്കൂറും 30 മിനിറ്റും കൂട്ടുക. അപ്പോൾ 11ൻ്റെ കൂടെ ആദ്യം 2 അവർ 2 മണിക്കൂർ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാകും? 13 അല്ല, 12 കഴിഞ്ഞ് പിന്നെ 1ലെത്തും അല്ലേ. അപ്പോൾ 1 PM ആയി. ഇനി 1ൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഈ 15ഉം 13 കൂട്ടുക. അപ്പോൾ 45 കൂട്ടുക. അപ്പോൾ എത്രയാണ്? 1:45 ആണ് ഇപ്പോൾ ടൈം അല്ലേ. ഓക്കെ. വാട്ട് വിൽ ബി ദ ടൈം ആഫ്റ്റർ 2.5 അവർ? 2.5 മണിക്കൂറിന് ശേഷം എത്രയായിരിക്കും സമയം? 1:45 അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി ലിറ്റിൽ ഡ്രോപ്സ് മൈറ്റി ഓഷ്യൻ. പലതുള്ളി പെരുവെള്ളം. ഈച്ച് സെക്കൻഡ് 1 milliliter ഓഫ് വാട്ടർ ലീക്സ് ഔട്ട് ഓഫ് ദിസ് ടാപ്പ്. ഈ ടാപ്പിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? 1 സെക്കൻഡിൽ 1 milliliter വെള്ളം എന്ന തോതിൽ ഇങ്ങനെ ഉറ്റി ഒഴുകി പോകുന്നുണ്ട്. ഹൗ മെനി milliliters ഓഫ് വാട്ടർ വിൽ ലീക്ക് ഔട്ട് ഇൻ 10 മിനിറ്റ്സ്? അങ്ങനെയാണെങ്കിൽ എത്ര മില്ലിലിറ്റർ വാട്ടർ 10 മിനിറ്റ് കൊണ്ട് ലീക്ക് ആവുന്നുണ്ടാകും, ഒഴുകിപ്പോകുന്നുണ്ടാകും? എങ്ങനെ കാണാം? 1 സെക്കൻഡ് കൊണ്ട് 1 milliliter അല്ലേ. അപ്പോൾ
10 മിനിറ്റ് കൊണ്ട് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഈ 10 മിനിറ്റ് നമ്മൾ എന്താക്കണം, സെക്കൻഡ് ആക്കണം അല്ലേ. 10 മിനിറ്റ് എത്ര സെക്കൻഡ് ആയിരിക്കും? 1 മിനിറ്റ് എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡാണ് അല്ലേ. 1 മിനിറ്റ് 60 സെക്കൻഡാണ്. അപ്പോൾ 1 മിനിറ്റിന് പകരം 60 എഴുതി. അപ്പോൾ 10 മിനിറ്റ് എത്രയായിരിക്കും? 10 ഗുണിക്കണം 60 സെക്കൻഡ് അല്ലേ. അപ്പോൾ എത്രയാണ് കിട്ടുക? 10 ഗുണിക്കണം 60 എത്രയാണ്? 600 അല്ലേ. 600 സെക്കൻഡ് കൊണ്ട് 1 മില്ലി ലിറ്റർ കൊണ്ട് 1 സെക്കൻഡാണ്. അപ്പം 600 സെക്കൻഡ് കൊണ്ട് 600 മില്ലി ലിറ്റർ. അപ്പോൾ എത്രയാണ് ആൻസർ? 600 മില്ലി ലിറ്റർ. ഹൗ ഐ കാൽക്കുലേറ്റഡ്? ഞാൻ എങ്ങനെയാണ് കണ്ടെത്തിയത്? 1 സെക്കൻഡ് കൊണ്ട് 1 മില്ലി ലിറ്റർ. അപ്പോൾ 10 മിനിറ്റ് എന്ന് പറയുന്നത് 10 ഗുണിക്കണം 60 സെക്കൻഡാണ്. അപ്പം 10 ഗുണിക്കണം 60 600 സെക്കൻഡാണ്. 600 സെക്കൻഡ് കൊണ്ട് എത്രയായിരിക്കും? 600 മില്ലി ലിറ്റർ ആയിരിക്കും അല്ലേ. ഓക്കെ. നെക്സ്റ്റ്, ഓൺലി സെക്കൻഡ്സ്, സെക്കൻഡുകൾ മാത്രം. ടൈം ടേക്കൺ ബൈ സെക്കൻഡ് ഹാൻഡ് ടു റീച്ച് 1 ഫ്രം 12. എന്താണ്? ക്ലോക്കിലുള്ള സെക്കൻഡ് സൂചി ഉണ്ടല്ലോ, ഈ സെക്കൻഡ് സൂചി ഫ്രം 12 12ൽ നിന്ന് ടു റീച്ച് 1 ഒന്നിലേക്ക് എത്താൻ എടുക്കുന്ന സമയം. അപ്പോൾ ക്ലോക്ക് ഇതാണ്. ക്ലോക്കിൽ ഉള്ള ഏത് ഹാൻഡിലാണ്? സെക്കൻഡ് സൂചി അല്ലേ. സെക്കൻഡ് സൂചി 12 ഇവിടെയാണുള്ളത്, 12 ഇവിടെയാണുള്ളത്. ഈ 12 നിന്ന് 1ലേക്ക് എടുക്കാൻ എത്ര സെക്കൻഡാണ് എടുക്കുന്നത്? 5 സെക്കൻഡ് അല്ലേ. 5 സെക്കൻഡ് അല്ലേ. അപ്പോൾ എത്രയാണ്? 5 സെക്കൻഡ്. നെക്സ്റ്റ്, ടൈം ടേക്കൺ ബൈ സെക്കൻഡ് ഹാൻഡ് ടു റീച്ച് 2 ഫ്രം 12. സെക്കൻഡ് സൂചി 12ൽ നിന്ന് 2ലേക്ക് 2ലേക്ക് എത്താൻ എടുക്കുന്ന സമയം. അതായത് ക്ലോക്ക് ഇവിടെയാണ്, സെക്കൻഡ് ഹാൻഡ് 12ൽ നിന്ന് 1 കഴിഞ്ഞു, 1ലേക്ക് 5 സെക്കൻഡാണ്. അപ്പോൾ 2ലേക്ക് എത്രയാണ്? 10 സെക്കൻഡ് അല്ലേ. 10 സെക്കൻഡ്. നെക്സ്റ്റ്, ഇൻ 15 സെക്കൻഡ്സ് ദ സെക്കൻഡ് ഹാൻഡ് മൂവ്സ് ഫ്രം 12 ടു വാട്ട് നമ്പർ? 15 സെക്കൻഡ് ആകുമ്പോൾ സെക്കൻഡ് സൂചി 12ൽ നിന്ന് എവിടെയാണ് എത്തുക? അപ്പോൾ 15 സെക്കൻഡ് അല്ലേ. സെക്കൻഡ് സൂചി 12ൽ നിന്നും 15 സെക്കൻഡ് ആകുമ്പോൾ 5 ആകുമ്പോൾ 1ൽ, 10 ആകുമ്പോൾ 2ൽ, 15 ആകുമ്പോൾ എവിടെയാണ്? 15 ആകുമ്പോൾ 3ലല്ലേ. എവിടെയാണ്? 3 അല്ലേ. നെക്സ്റ്റ്, ടൈം ടേക്കൺ ബൈ ദ സെക്കൻഡ് ഹാൻഡ് ടു കംപ്ലീറ്റ് ഹാഫ് എ സർക്കിൾ. സെക്കൻഡ് സൂചി ഒരു സർക്കിളിൻ്റെ പകുതി വരെ എത്താൻ എടുക്കുന്ന സമയം. അപ്പോൾ 12ൽ നിന്ന് തുടങ്ങി ഈ സർക്കിളിൻ്റെ ക്ലോക്ക് ഇതാണല്ലോ, ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 6ലല്ലേ. ഇവിടെ എത്താൻ എത്രയാണ് ടൈം എടുക്കുക? 30 സെക്കൻഡ് അല്ലേ. 30 സെക്കൻഡാണ് അല്ലേ. അതായത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 60 സെക്കൻഡാണ്, 60 സെക്കൻഡാണ്. സെക്കൻഡ് സൂചി 12ൽ നിന്ന് തുടങ്ങി വീണ്ടും 12ലേക്ക് എത്താൻ വേണ്ടി 60 സെക്കൻഡ്, 60 സെക്കൻഡാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ പകുതി കറങ്ങാൻ എത്രയാണ്? 60ൻ്റെ പകുതി 30 സെക്കൻഡ്. നെക്സ്റ്റ്, കുക്കിംഗ് കോമ്പറ്റീഷൻ, പാചക മത്സരം. അറ്റ് ദ സ്കൂൾ റീയൂണിയൻ ദേ മെയ്ഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പായസം. അതായത് സ്കൂളിൽ ഇങ്ങനെ പണ്ട് പഠിച്ചവരിങ്ങനെ ഒത്തുകൂടിയപ്പോൾ അവർ പലതരം പായസം ഉണ്ടാക്കി. ദ ക്ലോക്ക് ഷോസ് ദ ടൈം ഓൾ സ്റ്റാർട്ടഡ് കുക്കിംഗ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ക്ലോക്ക് കാണിക്കുന്നത് എന്താണ്? എല്ലാവരും പാചക മത്സരം ആരംഭിച്ച ടൈം, അതായത് പായസം ഉണ്ടാക്കാൻ തുടങ്ങിയ ടൈമാണ് ക്ലോക്കിലുള്ളത്. അപ്പോൾ ക്ലോക്കിലുള്ള ടൈം എത്രയാണ്? 10ൻ്റെയും 11ൻ്റെയും നടുക്കാണ് അവർ ഹാൻഡ് ഉള്ളത്. ഇനി മിനിറ്റ് ഹാൻഡിൽ എവിടെയാണുള്ളത്? 6ലാണുള്ളത്. ഇനി സെക്കൻഡ് ഹാൻഡിൽ 1ലാണുള്ളത് അല്ലേ. അപ്പോൾ എത്രയാണ് ടൈം? 10 അവർ 30 മിനിറ്റ് 5 സെക്കൻഡ്. അതായത് 10 അവർ 30 മിനിറ്റ് 5 സെക്കൻഡിനാണ് ഇവർ പായസം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത് എല്ലാവരും. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഫസ്റ്റിൽ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലേഡി എന്താ പറയുന്നത്? ഐ ഫിനിഷ്ഡ് ഇൻ 2 hours and 10 seconds. ഞാൻ 2 മണിക്കൂറും 10 സെക്കൻഡും എടുത്തിട്ടാണ് പായസം ഉണ്ടാക്കിയിട്ട് പൂർത്തിയാക്കിയത്. അപ്പോൾ എത്ര മണിക്കായിരിക്കും ഇവർ പായസം ഉണ്ടാക്കി തീർന്നത്? അത് നിങ്ങൾ ഈ ക്ലോക്കിൽ വരച്ച് കാണിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും പായസം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത് 10 അവർ 30 മിനിറ്റ് ആൻഡ് 5 സെക്കൻഡാണ്. ഇനി ഇവർ പൂർത്തിയാക്കിയത് എത്ര മണിക്കൂർ എടുത്തിട്ടാണ്? 2 അവർ പിന്നെ 10 സെക്കൻഡ് അല്ലേ. സോറി, മിനിറ്റ്സിൻ്റെ പ്ലേസിൽ വേണ്ട, 10 സെക്കൻഡ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. ഈ 10 അവറിൻ്റെ കൂടെ 2 അവർ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 12 അവർ അല്ലേ. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കൂട്ടുക. അപ്പം 5 സെക്കൻഡും 10 സെക്കൻഡും കൂട്ടിക്കഴിഞ്ഞാൽ 15 സെക്കൻഡ്. ഇനി 30 മിനിറ്റ് 12 അവർ അല്ലേ. അപ്പോൾ എത്ര മണിക്കാണ് ഇവർ പായസം ഉണ്ടാക്കി തീർത്തത്? 12 അവർ 30 മിനിറ്റ് ആൻഡ് 15 സെക്കൻഡ്. അപ്പോൾ 12 അവർ 30 മിനിറ്റ് ആൻഡ് 15 സെക്കൻഡ് നിങ്ങൾ ക്ലോക്കിൽ ഇതുപോലെ വരക്കുക. ഓക്കെ. ഇനി അടുത്ത ആൾ എന്താണ് പറയുന്നത്? ഐ നീഡഡ് ഓൺലി 132 മിനിറ്റ്സ് ആൻഡ് 35 സെക്കൻഡ്സ്. അതായത് ഇയാൾക്ക് പായസം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി 132 മിനിറ്റും 35 സെക്കൻഡുമാണ് വേണ്ടി വന്നത്. അപ്പോൾ എത്ര മണിക്കായിരിക്കും ഇയാൾ പായസം ഉണ്ടാക്കി തീർത്തിട്ടുണ്ടാവുക? ഫസ്റ്റിന് നമ്മൾ 132 മിനിറ്റ്സിനെ അവറും മിനിറ്റ്സും ആക്കി മാറ്റണം അല്ലേ. 132 മിനിറ്റ്സ് എത്ര അവറാണ്? അതായത് 120 മിനിറ്റ്, 60 മിനിറ്റ് 1 അവറാണ്. അപ്പം 60 + 60 120 അല്ലേ. 120 മിനിറ്റ്സ് 2 അവറാണ് അല്ലേ. അപ്പം 2 അവറും പിന്നെ എത്ര വരും?
ഇതിൽ ഈ 132-ൽ 120 കഴിച്ചാൽ ബാക്കി എത്രയുണ്ട്? 12 ഉണ്ട് അല്ലേ? 12 ഉണ്ട് ബാക്കി. അപ്പം 2 ഹവറും 12 മിനിറ്റും ആണ്. പിന്നെ എത്രയാണ്? 132 മിനിറ്റ്സ് ആൻഡ് 35 സെക്കൻഡ് ഉണ്ട് അല്ലേ? അപ്പോൾ 2 ഹവറും 12 മിനിറ്റും 35 സെക്കൻഡും എടുത്തിട്ടാണ് ഇയാൾ പായസം ഉണ്ടാക്കി തീർത്തത്. ഇതെന്ത് ചെയ്യണം? ഈ 2 ഹവർ 12 മിനിറ്റ് 35 സെക്കൻഡ് ഈ സ്റ്റാർട്ട് ചെയ്ത ടൈം ഉണ്ടല്ലോ 10:35 അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 35ഉം 5 സെക്കൻഡും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 40 സെക്കൻഡ് അല്ലേ? ഇനി 30 മിനിറ്റും 12 മിനിറ്റും കൂട്ടിക്കഴിഞ്ഞാൽ 42 മിനിറ്റ്. ഇനി 10 ഹവറും 2 ഹവറും കൂട്ടിക്കഴിഞ്ഞാൽ 12 ഹവർ അല്ലേ? അപ്പം ഇയാൾ ഫിനിഷ് ചെയ്തത് എത്ര മണിക്കാണ്? 12:40 to 40 അല്ലേ? 12:42 40 സെക്കൻഡ്. അപ്പോൾ ഈ 12:40 to 40 നിങ്ങൾ ഈ ക്ലോക്കിൽ വരക്കുക. അപ്പോൾ ക്ലോക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇവരെന്താണ് പറയുന്നത്? 20 മിനിറ്റ്സ് ആൻഡ് 45 സെക്കൻഡ്സ് ബിഫോർ 2 ഹവേഴ്സ് ഐ ഫിനിഷ്ഡ് കുക്കിംഗ്. അതായത് 2 മണിക്കൂർ ആകുന്നതിന് 20 മിനിറ്റ് 45 സെക്കൻഡ് മുമ്പ് ഞാൻ എൻ്റെ പാചകം ഐ ഫിനിഷ്ഡ് കുക്കിംഗ്, ഞാൻ എൻ്റെ പാചകം തീർത്തു. അതായത് ഞാൻ പായസം ഉണ്ടാക്കി തീർത്തു. എപ്പോഴാണ്? 2 മണിക്കൂർ ആകുന്നതിന് 20 മിനിറ്റ് 45 സെക്കൻഡ് മുമ്പ്. അപ്പോൾ എത്രയായിരിക്കും ശരിക്കും ടൈം? നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 മണിക്കൂറിന് ഈ 2 ഹവറിൽ നിന്ന് എന്ത് ചെയ്യുക? 20 മിനിറ്റ്സ് 45 സെക്കൻഡ് കുറക്കുക. അതായത് അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ 2 ഹവറിൽ നിന്ന് 20 മിനിറ്റ് കുറക്കാൻ പറ്റില്ല അല്ലേ? മണിക്കൂറിൽ നിന്ന് മണിക്കൂറേ കുറക്കാൻ പറ്റും, മിനിറ്റിൽ നിന്ന് മിനിറ്റ് മാത്രമേ കുറക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ഹവറിനെ മിനിറ്റ് ആക്കുക അല്ലേ? 2 ഹവർ എത്ര മിനിറ്റാണ്? 1 ഹവർ 1 ഹവർ 1 മണിക്കൂർ 60 മിനിറ്റ് കൂടിയതാണ്. അപ്പോൾ 2 മണിക്കൂർ 120 മിനിറ്റ് ആണല്ലേ? അപ്പോൾ ഈ 120 മിനിറ്റിൽ നിന്ന് ഈ 20 മിനിറ്റ് 45 സെക്കൻഡ് കുറക്കുക. കുറച്ച് നോക്കാം. അപ്പോൾ 2 ഹവർ എത്രയാണ്? 120 മിനിറ്റ് അല്ലേ? 120 മിനിറ്റ് 00 സെക്കൻഡാണ്. ഇനി എത്രയാണ് കുറക്കേണ്ടത്? 20 മിനിറ്റ്സ് 45 സെക്കൻഡ് അല്ലേ? അപ്പോൾ 20 മിനിറ്റ്സ് 45 സെക്കൻഡ് കുറക്കുക. എത്രയാണ് കിട്ടുക? ഇവിടെ 00 അല്ല, അതായത് ഈ 120 മിനിറ്റിൽ നിന്ന് നമ്മൾ 1 മിനിറ്റ് ഇപ്പുറത്തേക്ക് എടുക്കുന്നു. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. അപ്പം ഇവിടെ എത്രയാകും? ഇവിടെ 119 ആകും. ഇവിടെ എത്രയാകും? 60 ആകും അല്ലേ? 60ൽ നിന്നാണ് 45 കുറക്കുന്നത്. അപ്പോൾ എത്രയാണ് സെക്കൻഡ് വരിക? 15 സെക്കൻഡ്. ഇവിടെ എത്രയാണ്? 120 അല്ല, 119 ഉള്ളൂ. 119 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 119ൽ നിന്ന് 20 കുറക്കുക. എത്രയാണ്? 99 ആണ്. അപ്പോൾ എത്രയാണ് കിട്ടുക? 99 മിനിറ്റ് 15 സെക്കൻഡാണ് കിട്ടുക. 99 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ടാണ് ഇവർ പായസം ഉണ്ടാക്കി തീർത്തത്, ഈ ലേഡി പായസം ഉണ്ടാക്കി തീർത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 99 മിനിറ്റ് 15 സെക്കൻഡിന് വീണ്ടും മണിക്കൂറാക്കി മാറ്റണം അല്ലേ? കാരണം എന്താണ്? ഇവിടെ സ്റ്റാർട്ടിങ് ടൈം മണിക്കൂറിലാണുള്ളത്. 10 ഹവർ 30 മിനിറ്റ് അങ്ങനെയാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ മിനിറ്റിനെ വീണ്ടും നമ്മൾ മണിക്കൂറാക്കി മാറ്റണം. അപ്പോൾ ഈ 99 മിനിറ്റ് എത്ര മണിക്കൂറായിരിക്കും? 60 മിനിറ്റ് കൂടിയാൽ 1 ഹവർ ആണല്ലേ? അപ്പം ഇത് 1 ഹവറും പിന്നെ എത്രയാണല്ലേ? 60 കഴിച്ചിട്ട് ബാക്കി എത്രയുണ്ട്? 99ൽ 39 ഉണ്ട് അല്ലേ? അപ്പോൾ 1 ഹവർ 39 മിനിറ്റ് 15 സെക്കൻഡാണ് ഈ ലേഡി പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. 1 ഹവർ 39 മിനിറ്റ് 15 സെക്കൻഡ്. ഇത് നമ്മൾ ഏതിനോട് കൂട്ടണം? ഈ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? 10:35. അപ്പം അതിനോട് ആഡ് ചെയ്യുക. 10:35നോട് 1 ഹവർ 39 മിനിറ്റ് 15 സെക്കൻഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ എത്രയാണ് കിട്ടുക? 5 സെക്കൻഡും 15 സെക്കൻഡും 20 സെക്കൻഡ്. ഇനി 30 മിനിറ്റും 39 മിനിറ്റും കൂട്ടിക്കഴിഞ്ഞാൽ 69 മിനിറ്റാണ് കിട്ടുക അല്ലേ? അപ്പോൾ ഈ 69 മിനിറ്റ് 60ൽ എബോവ് വരുന്നത് നമ്മൾ 60 മിനിറ്റ് കൂടിക്കഴിഞ്ഞാൽ 1 ഹവറായി, 1 മണിക്കൂറായി അല്ലേ? അപ്പോൾ ഈ 60നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ മണിക്കൂറിൻ്റെ പ്ലേസിലേക്ക് കൊടുക്കണം. ബാക്കി എത്ര മാത്രമേ വരൂ? 9 മിനിറ്റ് മാത്രമേ ഇവിടെ എഴുതാൻ പറ്റൂ. അപ്പോൾ ഇവിടെ 9 മിനിറ്റ് വരും. ഇവിടെ എത്രയാകും? 10ഉം 1ഉം 11 ആണ്. അപ്പോൾ 11ൻ്റെ കൂടി ഇപ്പുറത്ത് നിന്ന് വന്ന 1 അവർ കൂടി 1 മണിക്കൂർ കൂടി ഉണ്ട്. അപ്പം 12 ഹവർ 9 മിനിറ്റ് 20 സെക്കൻഡാണ്. 20 സെക്കൻഡ് കൊണ്ടാണ് ആര് പായസം ഉണ്ടാക്കി തീർത്തത്? ഈ തേർഡ് ലേഡി പായസം ഉണ്ടാക്കി തീർത്തത്. അപ്പോൾ നമ്മൾ ഈ 12 ഹവർ 9 മിനിറ്റ് ആൻഡ് 20 സെക്കൻഡിന് ഈ ക്ലോക്കിൽ വരക്കുക. അപ്പോൾ ക്ലോക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ. നെക്സ്റ്റ് ഇനി അടുത്ത ആളെന്ത് പറയുന്നു? ഐ നീഡഡ് 1 ഹവർ 50 മിനിറ്റ്സ് ആൻഡ് 25 സെക്കൻഡ്സ് അല്ലേ? എനിക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി എത്ര സമയം വേണ്ടി വന്നു? 1 മണിക്കൂറും 50 മിനിറ്റും 25 സെക്കൻഡും വേണ്ടി വന്നു. അപ്പോൾ ഇയാൾ എത്ര മണിക്കായിരിക്കും പായസം ഉണ്ടാക്കി തീർത്തിട്ടുണ്ടാവുക? തുടങ്ങിയത് സ്റ്റാർട്ട് ചെയ്തത് 10:35 അല്ലേ? 10:35. എത്രയാണ് ടൈം എടുത്തത്? 1 ഹവർ 50 മിനിറ്റ്സ് 25 സെക്കൻഡ്സ് അല്ലേ? അപ്പം ഇത് രണ്ടും തമ്മിൽ കൂട്ടുക. എത്രയാണ് കിട്ടുക?
ഫസ്റ്റിൽ സെക്കൻഡ് കൂട്ടുക 30 സെക്കൻഡായി. നെക്സ്റ്റ് 13 15 കൂട്ടിക്കഴിഞ്ഞാൽ 80 മിനിറ്റാണ് കിട്ടുന്നത് അല്ലേ. അപ്പം 60ൽ കൂടുതൽ 60 മിനിറ്റ് 1 അവർ ആകും. അപ്പോൾ എന്ത് ചെയ്യുക, 60 കഴിച്ച് ബാക്കി വരുന്നത് ഇവിടെ എഴുതുക അല്ലേ. അപ്പം 80 ആകുമ്പോൾ 60 കഴിച്ച് ബാക്കി എത്ര വരിക, 20 അല്ലേ. 20 ഇവിടെ എഴുതി. ഇനി 60 ഇപ്പുറത്തേക്ക് വന്നു. അപ്പോൾ 1 അവറായി, 1 മണിക്കൂറായി. അപ്പോൾ 11ൻ്റെ കൂടെ 1 കൂടെ കൂടി 12 അവർ 20 മിനിറ്റ് ആൻഡ് 30 സെക്കൻഡ്. അപ്പോൾ ഈ 12 അവർ 20 മിനിറ്റ് ആൻഡ് 30 സെക്കൻഡ് നിങ്ങൾ ഈ ക്ലോക്കിൽ വരക്കുക. അപ്പോൾ ക്ലോക്ക് ഇങ്ങനെ ഉണ്ടാകും അല്ലേ. ഓക്കെ. മാർക്ക് ഓൺ ദ ക്ലോക്ക് ബിസൈഡ് ഈച്ച് ദ ടൈം അറ്റ് വിച്ച് ദേ ഫിനിഷ്ഡ്. ഓരോരാളും കംപ്ലീറ്റ് ചെയ്തതിനനുസരിച്ച് ക്ലോക്കിൽ നിങ്ങൾ ടൈം മാർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ദ മാക്സിമം ടൈം ടേക്കൺ ഫോർ കുക്കിംഗ്. പാചകത്തിന് വേണ്ടി വന്ന ഏറ്റവും കൂടുതൽ സമയം എത്രയാണ്? രണ്ടാമത്തെ ആളുടേത് അല്ലേ. 12 അവർ 42 മിനിറ്റ് ആൻഡ് 40 സെക്കൻഡ് അല്ലേ. അതാണ് ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പായസം ഉണ്ടാക്കിയവർ. ദ മിനിമം ടൈം, ഏറ്റവും കുറവ് സമയമെടുത്തിട്ട് പായസം ഉണ്ടാക്കിയത് ആരാണ്? മൂന്നാമത് ഉണ്ടാക്കിയവരല്ലേ. എത്രയാണ്? 12 അവർ 9 മിനിറ്റ് ആൻഡ് 20 സെക്കൻഡ് അല്ലേ. നെക്സ്റ്റ് നോട്ടീസ് ബോർഡ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നോട്ടീസ് നിങ്ങൾ വായിക്കുക. December 22 നാഷണൽ മാത്തമാറ്റിക്സ് ഡേ. ദ കോമ്പറ്റീഷൻസ് ഇൻ കണക്ഷൻ വിത്ത് നാഷണൽ മാത്തമാറ്റിക്സ് ഡേ സെലിബ്രേഷൻസ് വിൽ ബി കണ്ടക്റ്റഡ് ഓൺ 28 December 2025. Those who wish to participate must give their names to the class teacher before 1:30 today. എന്താണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്? ദ കോമ്പറ്റീഷൻസ് ഇൻ കണക്ഷൻ വിത്ത് നാഷണൽ മാത്തമാറ്റിക്സ് ഡേ സെലിബ്രേഷൻസ് വിൽ ബി കണ്ടക്റ്റഡ് അല്ലേ. അതായത് ദേശീയ ഗണിതശാസ്ത്ര ദിനവുമായി ബന്ധപ്പെട്ട് സെലിബ്രേഷൻ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് 20/12/2025. അപ്പോൾ ആർക്കാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളത് അവർ ക്ലാസ് ടീച്ചർക്ക് ഇന്ന് 1:30 മുമ്പായിട്ട് പേര് കൊടുക്കണം. ഇതാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ നോട്ടീസ് തയ്യാറാക്കിയിരിക്കുന്ന ഡേറ്റ് 15/12/2025 December 15. ഇനി ഇവിടെ ഡേറ്റിനെ കുറിച്ച്, അതായത് തീയതി നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഡേറ്റ്സ് ആർ റിട്ടൺ ഇൻ ദ ഓർഡർ ഡേറ്റ് മന്ത് ഇയർ. നമ്മൾ സാധാരണ ഡേറ്റ് എഴുതുന്ന ഫസ്റ്റിൽ ഡേ എഴുതും, പിന്നെ മന്ത് എഴുതും, നെക്സ്റ്റ് ഇയർ എഴുതും അല്ലേ. ഈ രീതിയിലാണ് നമ്മൾ സാധാരണ എഴുതുന്നത്. ഇൻ സം കൺട്രീസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ഓർഡർ മന്ത് ഡേറ്റ് ഇയർ. ചില രാജ്യങ്ങളിൽ എങ്ങനെ എഴുതുന്നുണ്ട്? ഫസ്റ്റിൽ മന്ത് എഴുതും, അപ്പോൾ 12 എഴുതും, ഡിസംബർ ആണല്ലോ. ഇനി 20 എഴുതും ഡേ, ഇനി ഇയർ എഴുതും. ഈ രീതിയിലും ചില കൺട്രീസിൽ ഡേറ്റ് എഴുതുന്നുണ്ട്. ഇനി മുകളിൽ കൊടുത്തിരിക്കുന്ന നോട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യനാണ് താഴെയുള്ളത്. വാട്ട് ഈസ് ദ ലാസ്റ്റ് ഡേറ്റ് ടു ഗീവ് നെയിംസ്? പേര് കൊടുക്കാനുള്ള അവസാന തീയതി എപ്പോഴാണ്? ഇവിടെ നോട്ടീസിൽ കാണിച്ചിരിക്കുന്നുണ്ട് അല്ലേ. ഇന്ന് 1:30 മുമ്പായിട്ട് പേര് കൊടുക്കണം, ക്ലാസ് ടീച്ചർക്ക് പേര് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നോട്ടീസ് ഡേറ്റ് എപ്പോഴാണ്? 15/12/2025 ആണ്. അപ്പോൾ ഇന്ന് എന്ന് പറയുമ്പോൾ 15/12/2025 ആണല്ലേ. നെക്സ്റ്റ്, ദ സബ് ഡിസ്ട്രിക്റ്റ് കോമ്പറ്റീഷൻസ് ആർ ഓൺ 1/1/2026. അതായത് ഉപജില്ലാ മത്സരം നടക്കുന്ന 1/1/2026. ഹൗ മെനി ഡേയ്സ് ആഫ്റ്റർ ദ സ്കൂൾ കോമ്പറ്റീഷൻസ് ആർ ദ സബ് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻസ് ഹെൽഡ്? സ്കൂൾ മത്സരം കഴിഞ്ഞിട്ട് എത്രാമത്തെ ദിവസമാണ് ഉപജില്ലാ മത്സരം നടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്കൂൾ മത്സരം എപ്പോഴാണ് നടക്കുന്നത്? 20/12/2025 നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഉപജില്ലാ മത്സരം എപ്പോഴാണ് നടക്കുന്നത്? 1/1/2026. അപ്പോൾ എത്രാമത്തെ ദിവസമായിരിക്കും? 20 കഴിഞ്ഞിട്ട് 20 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് തൊട്ട് എണ്ണുക അല്ലേ. അപ്പോൾ 21st 22nd 23rd 24th 25th 26th 27th 28th 29th 30th 31st ഉണ്ടാവും അല്ലേ ഡിസംബർ ആകുമ്പോൾ. അപ്പോൾ ഇവിടെ 11 കിട്ടി. ഇനി 1 എന്ന് പറയുമ്പോൾ 1-ാം തീയതി ആകുമ്പോൾ 12ാമത്തെ ദിവസമാണ്, 12th ഡേ ആണല്ലേ. നെക്സ്റ്റ്, ഫൈൻഡ് ഫ്രം ദ കലണ്ടർ നോക്കി കണ്ടുപിടിക്കുക. ലുക്ക് അറ്റ് ദിസ് ഇയേഴ്സ് കലണ്ടർ. ഈ വർഷത്തെ കലണ്ടർ നോക്കുക. വിച്ച് ഡേ ഓഫ് ദ വീക്ക് ഈസ് December 22? ഡിസംബർ 22 ഏത് ദിവസമാണ്? അപ്പോൾ നിങ്ങൾ കലണ്ടറിൽ നോക്കുക. December 22 തിങ്കളാഴ്ചയാണ് വരുന്നത്, മൺഡേ ആണ്. നെക്സ്റ്റ്, March 28 ഈസ് എ തേഴ്സ്ഡേ. മാർച്ച് 28 ഒരു വ്യാഴാഴ്ചയാണ്. വാട്ട് ഡേ വാസ് March 11? അപ്പോൾ മാർച്ച് 11 ഏത് ദിവസമായിരിക്കും? അപ്പോൾ ഈ വർഷത്തെ കലണ്ടറിൽ March 28 തേഴ്സ്ഡേ അല്ല. അപ്പോൾ നമ്മൾക്ക് കലണ്ടർ നോക്കാതെ തന്നെ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഡേയ്സ് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. March 28 തേഴ്സ്ഡേ ആണെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ March 11 എന്ന് പറയുന്നത് 28ന് മുമ്പുള്ള ദിവസമാണല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾക്ക് ഈ 28ന് തൊട്ട് മുമ്പേ വരുന്ന തേഴ്സ്ഡേ, അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ച വരുന്ന തേഴ്സ്ഡേ ഏതാണെന്ന് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 28ൽ നിന്ന് 7 മൈനസ് ചെയ്യണം നെക്സ്റ്റ് മുമ്പത്തെ ആഴ്ച കാണണമെങ്കിൽ. അപ്പോൾ 28ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ 21 ആണ്. അപ്പം
21-ാം തീയതിയും തേഴ്സ്ഡേ ആയിരിക്കും. നെക്സ്റ്റ് അപ്പോൾ മാർച്ച് 11 എത്തിയില്ല അല്ലേ, ഇനി വീണ്ടും ഒരു 7 കൂടി മൈനസ് ചെയ്യുക. അപ്പം എത്രയാണ് കിട്ടുക? 14th എന്തായിരിക്കും? തേഴ്സ്ഡേ വ്യാഴാഴ്ച ആയിരിക്കും. ഇനി നമ്മൾക്ക് വീണ്ടും 7 മൈനസ് ചെയ്യേണ്ട അല്ലേ, 14 ആയി. ഇനി 11 ആണ് കാണേണ്ടത്. അപ്പം 14 തേഴ്സ്ഡേ ആണെങ്കിൽ വ്യാഴാഴ്ച ആണെങ്കിൽ 13 ഏത് ദിവസമായിരിക്കും? അതിന് തൊട്ട് മുമ്പത്തെ ദിവസം, വ്യാഴാഴ്ചക്ക് തൊട്ട് മുമ്പുള്ള ദിവസം ബുധനാഴ്ച അല്ലേ, വെനസ്ഡേ ആണ്. 12 മാർച്ച് 12 വരുന്നത് ട്യൂസ്ഡേ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ മാർച്ച് 11 ഏതായിരിക്കും? മൺഡേ തിങ്കളാഴ്ച ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ മാർച്ച് 11 മൺഡേ തിങ്കളാഴ്ചയാണ്. നെക്സ്റ്റ് ടുഡേ ഈസ് എ സൺഡേ, ഇന്നൊരു ഞായറാഴ്ചയാണ്. വാട്ട് ഡേ വിൽ ബി ദ 24th ഡേ ഫ്രം ടുഡേ. അപ്പോൾ ഇന്ന് മുതൽ 24ാമത്തെ ദിവസം ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആണെങ്കിൽ, ഇന്ന് ഞായറാഴ്ച ആണെങ്കിൽ നെക്സ്റ്റ് സൺഡേ വരുന്ന ഏത് ദിവസമായിരിക്കും? 8ാമത്തെ ദിവസം, 8th ഡേ സൺഡേ ആയിരിക്കും അല്ലേ. കാരണം എന്താണ്, നമ്മൾ ഇന്നിനെ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ 1ൻ്റെ കൂടെ 7 കൂടി കൂട്ടുക അല്ലേ. ഒരാഴ്ചയിൽ 7 ദിവസമാണല്ലോ ഉള്ളത്, 7 days ആണുള്ളത്. അപ്പോൾ ഈ 1 + 7 കൂട്ടിക്കഴിഞ്ഞാൽ 8 ആണ് കിട്ടുക. അപ്പം 8th ഡേയും സൺഡേ ആയിരിക്കും. നെക്സ്റ്റ് 8ൻ്റെ കൂടെ വീണ്ടും 7 കൂട്ടുക. അപ്പോൾ എത്രയാണ്? 15. 15th ഡേയും സൺഡേ ആയിരിക്കും. ഇനി 15ൻ്റെ കൂടെ വീണ്ടും 7 കൂട്ടുക. അപ്പോൾ എത്രയായിരിക്കും വരിക? 22 അല്ലേ, 22nd. 22ാമത്തെ ദിവസവും എന്തായിരിക്കും? സൺഡേ ഞായറാഴ്ച ആയിരിക്കും. ഇനി 22nd എത്തിക്കഴിഞ്ഞാൽ വീണ്ടും 7 കൂട്ടണ്ട അല്ലേ, 24th ഡേ അല്ലേ നമ്മൾക്ക് കാണേണ്ടത്. അപ്പോൾ 22nd ഡേ സൺഡേ ആണെങ്കിൽ 23rd ഡേ, 23ാമത്തെ ദിവസം എന്തായിരിക്കും? സൺഡേ. ഞായർ കഴിഞ്ഞാൽ തിങ്കൾ അല്ലേ, മൺഡേ ആയിരിക്കും. 23rd ഡേ 23ാമത്തെ ദിവസം മൺഡേ ആയിരിക്കും. അപ്പോൾ 24th ഡേ ചൊവ്വാഴ്ച ആയിരിക്കും അല്ലേ, ട്യൂസ്ഡേ ആയിരിക്കും. ഇവിടെ വാട്ട് ഡേ വിൽ ബി ദ 24th ഡേ ഫ്രം ടുഡേ, ഇന്ന് മുതൽ 24ാമത്തെ ദിവസം ട്യൂസ്ഡേ ആണല്ലേ, ചൊവ്വാഴ്ചയാണ്. നെക്സ്റ്റ് കലണ്ടറിനകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന കലണ്ടർ നോക്കുക. 3 sets ഓഫ് നമ്പേഴ്സ് ആർ മാർക്ക്ഡ് ഓൺ ദ കലണ്ടർ. ഈ കലണ്ടറിൽ ഇങ്ങനെ 3 sets ഓഫ് നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സി എനി റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ഇൻ ഈച്ച് സെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെറ്റിൽ ഈ നമ്പേഴ്സ് തമ്മിൽ റിലേഷൻ കാണുന്നുണ്ടോ? കണ്ടിന്യൂ ദ പാറ്റേൺ. അപ്പോൾ ആ റിലേഷൻ തന്നെയാണ് ഇവിടെ പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് നോക്കാം. 3, 10, 17 അല്ലേ, ഈ സെറ്റാണിത്. 3, 10, 17. ഇത് എത്രയാണ് ആഡ് ചെയ്യുന്നത്? 3ൻ്റെ കൂടെ 7 ആഡ് ചെയ്യുമ്പോഴാണ് 10 ആകുന്നത് അല്ലേ. നെക്സ്റ്റ് 7 ആഡ് ചെയ്തു, 17 ആയി. അപ്പോൾ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 24, 31 അല്ലേ. നെക്സ്റ്റ് 1, 4, 12, 20. എത്രയാണ് ആഡ് ചെയ്യുന്നത്? 4ൻ്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോഴാണ് 12 ആകുന്നത് അല്ലേ. രണ്ടാമത്തെ സെറ്റാണ്. അപ്പോൾ നെക്സ്റ്റ് അടുത്തത് 20 കഴിഞ്ഞിട്ട് 28 ഉണ്ട്. നെക്സ്റ്റ് നമ്പർ ഇല്ല അല്ലേ. അപ്പോൾ 28ൻ്റെ കൂടെ വീണ്ടും 8 ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് എത്ര പറയാൻ പറ്റില്ല? 36 എന്ന് പറയാൻ പറ്റില്ല അല്ലേ. കലണ്ടറിൽ 36 ഇല്ല. അപ്പം നെക്സ്റ്റ് മന്തിൽ 5 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എത്ര വേണ്ടത്? 28 കഴിഞ്ഞിട്ട് 5 ആണ് എഴുതേണ്ടത്. നെക്സ്റ്റ് പാറ്റേൺ 2, 8, 14 ഇതാണ്. അപ്പോൾ 14 കഴിഞ്ഞിട്ട് എത്ര വരുന്നത്? 20, 26 അല്ലേ. ഓക്കെ. ഇനി നെക്സ്റ്റ് സി ഇഫ് യു ക്യാൻ ഫൈൻഡ് മോർ പാറ്റേൺസ് ഇൻ ദ കലണ്ടർ. നിങ്ങൾക്ക് ഈ കലണ്ടറിൽ നിന്ന് കൂടുതൽ പാറ്റേൺസ് കണ്ടെത്താൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരുപാട് പാറ്റേൺസ് ഉണ്ടാക്കാം അല്ലേ. ഇവിടെ 7, 13, 19, 25, 31 ഇതിനൊരു പാറ്റേൺ ആക്കാം അല്ലേ. ഇനി നെക്സ്റ്റ് ഏതാണ്? 5, 13, 21, 29 ഇങ്ങനെ ഒരു പാറ്റേൺ ആക്കാം. ഇങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് പാറ്റേൺ തയ്യാറാക്കുക. നെക്സ്റ്റ് റിവ്യൂ ആക്ടിവിറ്റീസ് ആണ്. ദ സൈറ്റ് സീയിങ് ട്രിപ്പ് സ്റ്റാർട്ടഡ് അറ്റ് 5:30 ഇൻ ദ മോർണിംഗ് ഫ്രം നിധീസ് സ്കൂൾ. നിധിയുടെ സ്കൂളിൽ നിന്ന് ഒരു സൈറ്റ് സീയിങ് കാഴ്ച കാണാനുള്ള ഒരു ട്രിപ്പ്, ഒരു പഠനയാത്ര പുറപ്പെടുകയാണ്. രാവിലെ 5:30 മോർണിംഗിൽ രാവിലെ 5:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ വിസിറ്റിംഗ് സെവറൽ പ്ലേസസ് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടതിന് ശേഷം ദേ കെയിം ബാക്ക് അറ്റ് 5:30 ഇൻ ദ ഈവനിങ്. വൈകുന്നേരം 5:30 സ്കൂളിൽ തിരിച്ചെത്തി. ഹൗ മച്ച് ടൈം ഡിഡ് ദ ട്രിപ്പ് ടേക്ക്. എത്ര സമയമാണ് ട്രിപ്പ് അവർ യാത്ര ചെയ്തത്? രാവിലെ മോർണിംഗിൽ 5:30 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഈ ക്ലോക്ക് 5:30ക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ വീണ്ടും വൈകുന്നേരം 5:30 ആകുമ്പോൾ ഇവിടെ എത്തിയല്ലേ. അപ്പം എത്രയാണ് ഈ ക്ലോക്ക്? 1 റൗണ്ട് മണിക്കൂർ സൂചി 1 റൗണ്ടാണ് കറങ്ങുന്നത് അല്ലേ. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഇവിടെ എത്തുമ്പോൾ 12 അവർ ആണ് അല്ലേ, 12 മണിക്കൂർ. നെക്സ്റ്റ് ടു മൂവ് ഫ്രം 7 to 3. 7 നിന്ന് 3ലേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഹൗ മച്ച് ടൈം വിൽ ദ അവർ ഹാൻഡ് ടേക്ക്. എത്ര സമയമാണ് മണിക്കൂർ സൂചി എടുക്കുന്നത്? അപ്പോൾ ഇതാണ് ക്ലോക്ക്. 7ൽ നിന്ന് 3ലേക്കാണ് അല്ലേ. അപ്പോൾ 7ൽ നിന്ന് 8ലേക്ക് 1, 2, 3, 4, 5. 12ലേക്ക് 5 ആണ്. പിന്നെ 12ൽ നിന്ന് 3ലേക്ക് 3 അല്ലേ. അപ്പോൾ ഈ 5ഉം 3യും കൂട്ടിക്കഴിഞ്ഞാൽ 8 അവർ അല്ലേ. 8 മണിക്കൂറാണ് മണിക്കൂർ സൂചി കറങ്ങുന്നത്. അപ്പോൾ ഹൗ മച്ച് ടൈം വിൽ ദ അവർ ഹാൻഡ് ടേക്ക്. മണിക്കൂർ സൂചി എത്ര സമയം എടുക്കുന്നു? 7ൽ നിന്ന് 7ൽ നിന്ന് 3ലേക്ക് എത്താൻ വേണ്ടി 8 അവർ അല്ലേ. നെക്സ്റ്റ് ടൈം ടേക്കൺ ബൈ ദ സെക്കൻഡ് ഹാൻഡ് ടു റീച്ച് 11 ഫ്രം 5 ഈസ് ഡാഷ് സെക്കൻഡ്സ്. അതായത് സെക്കൻഡ് സൂചി 11ൽ നിന്ന് തുടങ്ങിയിട്ട് 5ലെത്താൻ വേണ്ടി എത്ര സെക്കൻഡാണ് എടുക്കുന്നത്?
ദിസ് ഈസ് ഡാഷ് മിനിറ്റ്സ്. ഇത് എത്ര മിനിറ്റ് ആണെന്ന് നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ഇതാണ് ക്ലോക്ക്. 11 12ലേക്ക് 5 സെക്കൻഡ് അല്ലേ. ഇനി 12 5ലേക്ക് എത്ര സെക്കൻഡ് ആയിരിക്കും? 12 1ലേക്ക് 5 സെക്കൻഡ് ആണല്ലേ. ഇവിടുന്ന് ഇവിടത്തേക്ക് 5 സെക്കൻഡ്. അങ്ങനെ വരുമ്പോൾ 12 5ലേക്ക് 25 സെക്കൻഡ് ആണ് വരുന്നത്. അപ്പോൾ ഈ 5ഉം 25ഉം 30 സെക്കൻഡ്. സെക്കൻഡ് സൂചി 30 സെക്കൻഡ് എടുത്തിട്ടാണ് 11 5ലേക്ക് എത്തുന്നത്. അപ്പോൾ ടൈം ടേക്കൺ ബൈ ദ സെക്കൻഡ് ഹാൻഡ് ടു റീച്ച് 11 ഫ്രം 5 ഈസ് 30 സെക്കൻഡ് അല്ലേ. ദിസ് ഈസ് എത്ര മിനിറ്റാണ് ഈ 30 സെക്കൻഡ് എന്ന് പറയുന്നത്? എത്ര മിനിറ്റാണ്? അര മിനിറ്റാണ് അല്ലേ. ഹാഫ് മിനിറ്റാണ്. നെക്സ്റ്റ് 2 hours ബിഫോർ, 2 മണിക്കൂർ മുമ്പ് ദ ടൈം വാസ് 9:30 ആണ്. സമയം 9:30. 9:30 എന്ന് വെച്ചാൽ 9:30 ആയിരുന്നു. 2 മണിക്കൂർ മുമ്പ് സമയം 9:30 ആയിരുന്നു. വാട്ട് വിൽ ബി ദ ടൈം ആഫ്റ്റർ 3.5 hours? അപ്പോൾ 3.5 മണിക്കൂറിന് ശേഷം ടൈം എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പോൾ എത്രയാണ്? 2 മണിക്കൂർ മുമ്പ് എത്രയാണ് സമയം? ഇപ്പോഴല്ല, 2 hours ബിഫോർ ആണ് ടൈം 9:30. അപ്പോൾ ഇപ്പോൾ എത്രയായിരിക്കും ടൈം? ഈ 9:30ൻ്റെ കൂടെ 2 hour കൂടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 9:30യുടെ കൂടെ 2 hour ആഡ് ചെയ്താൽ എത്രയാണ് വരിക? 10:30 11:30 അല്ലേ. അപ്പോൾ എത്രയാണ്? 11:30 ആണ് ഇപ്പോൾ ടൈം. ഇപ്പോൾ ടൈം 11:30 ആണ്. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ 3.5 hour കൂട്ടണം അല്ലേ. 3.5 മണിക്കൂർ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 11:30യുടെ കൂടെ 3:30 കൂടെ ആഡ് ചെയ്താൽ എത്രയായിരിക്കും? 11:30യുടെ കൂടെ 1 hour ആഡ് ചെയ്താൽ 12:30 ആയി. നെക്സ്റ്റ് 2 hour ആഡ് ചെയ്താൽ എത്രയായി? 12:30 കഴിഞ്ഞാൽ 1:30 ആയി, 2:30. അപ്പോൾ 3 hour കൂട്ടി. ഇനി 30 മിനിറ്റ് കൂടെ കൂട്ടാണ്ടല്ലേ. അപ്പോൾ 2:30ൻ്റെ കൂടെ 30 മിനിറ്റ് കൂടെ കൂട്ടി കഴിഞ്ഞാൽ 3 hour ആണ്. അപ്പോൾ 3 o'clock ആണ് ടൈം വരിക. അപ്പോൾ വാട്ട് വിൽ ബി ദ ടൈം ആഫ്റ്റർ 3.5 hours? 3 o'clock. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ഫ്രൈഡേ ഓഫ് ജനുവരി ഈസ് ഓൺ ദ 2nd. അതായത് ജനുവരി 2-ാം തീയതി ഫ്രൈഡേ ആണ്, വെള്ളിയാഴ്ചയാണ്. വിച്ച് ആർ ദ അതർ ഡേറ്റ്സ് വിച്ച് ആർ ഫ്രൈഡേസ്? അപ്പോൾ ആ മാസം വെള്ളിയാഴ്ച വരുന്ന ജനുവരിയിൽ പിന്നെ ഫ്രൈഡേസ് വരുന്ന ദിവസങ്ങൾ ഏതൊക്കെയെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ജനുവരി 2nd ഫ്രൈഡേ ആണല്ലേ. ജനുവരി 2nd ഫ്രൈഡേ ആണെങ്കിൽ നെക്സ്റ്റ് ഫ്രൈഡേ വരിക. ഈ 2ൻ്റെ കൂടെ 2ൻ്റെ കൂടെ 7 ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 9 ഫ്രൈഡേ ആയിരിക്കും. പിന്നെ എത്രയാണ്? 9ൻ്റെ കൂടെ 7 ആഡ് ചെയ്താൽ 16 ഫ്രൈഡേ ആണ്. നെക്സ്റ്റ് 23 ഫ്രൈഡേ ആണ്. 30 ഫ്രൈഡേ ആണ് അല്ലേ. ഓക്കെ. നെക്സ്റ്റ്, ഇഫ് ദ 7th ഓഫ് എ മന്ത് ഈസ് എ തേഴ്സ്ഡേ. ഒരു മാസത്തിലെ 7-ാം തീയതി, 7-ാമത്തെ ദിവസം തേഴ്സ്ഡേ ആണ്. വാട്ട് ഡേ ഈസ് ദ 17th? അപ്പോൾ ആ മാസത്തിൽ തന്നെ 17-ാമത്തെ ദിവസം, 17-ാം തീയതി ഏത് ദിവസമാണെന്ന് നമ്മൾ കണ്ടെത്തുക. വാട്ട് ഡേ ഈസ് ദ 27th? അപ്പോൾ 27-ാം തീയതിയും ഏത് ദിവസമാണെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ 7th ഡേ തേഴ്സ്ഡേ ആണെന്ന് നമ്മൾക്കറിയാം. അങ്ങനെയാണ് നെക്സ്റ്റ് വീക്കിൽ അടുത്ത ആഴ്ച തേഴ്സ്ഡേ വരുന്നത്. ഈ 7ൻ്റെ കൂടെ 7 ദിവസം കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 7 + 7 14th ഡേയും 14-ാം തീയതിയും തേഴ്സ്ഡേ ആയിരിക്കും. അപ്പോൾ 14 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി 15th ഡേ, 15-ാം തീയതി തേഴ്സ്ഡേ കഴിഞ്ഞാൽ ഏതായിരിക്കും? 15-ാം തീയതി ഫ്രൈഡേ ആയിരിക്കും. 16-ാം തീയതി എന്തായിരിക്കും? സാറ്റർഡേ ആയിരിക്കും. 17-ാം തീയതി സൺഡേ ആയിരിക്കും അല്ലേ. അപ്പോൾ 17th ഡേ എപ്പോഴാണ് വരിക? 17th ഡേ സൺഡേ ആയിരിക്കും അല്ലേ, ഞായറാഴ്ച ആയിരിക്കും. ഇനി വാട്ട് ഡേ ഈസ് ദ 27th കൂടെ കാണാനുണ്ട് അല്ലേ. 27-ാം തീയതി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ 17th ഡേ സൺഡേ ആണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ സൺഡേ വരിക. അടുത്ത ആഴ്ച സൺഡേ വരുന്ന കാണാൻ വേണ്ടി ഈ 17ൻ്റെ കൂടെ 7 കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ 17 + 7 24 ആണ്. 24th ഡേയും സൺഡേ ആയിരിക്കും. നമ്മൾക്ക് കാണേണ്ടത് 27 ആണല്ലേ. അപ്പോൾ 24 സൺഡേ ആണെങ്കിൽ 25 മൺഡേ ആയിരിക്കും. 26 ട്യൂസ്ഡേ ആയിരിക്കും. 27th വെനസ്ഡേ ആയിരിക്കും അല്ലേ. അപ്പോൾ വാട്ട് ഡേ ഈസ് ദ 27th? വെനസ്ഡേ ആണ് വരുന്നത്. ഓക്കെ. 17th ഡേ നമ്മൾക്ക് സൺഡേ ആണ് കിട്ടിയത്. 27th ഡേ എന്ത് കിട്ടി? വെനസ്ഡേ ആണ് കിട്ടിയത് അല്ലേ. ഓക്കെ. നെക്സ്റ്റ്, റൈറ്റ് ദ ടൈം. ക്ലോക്ക് നോക്കിയിട്ട് ടൈം എഴുതുക നിങ്ങൾ. അവേഴ്സ് എത്ര അവേഴ്സാണ് വരുന്നത് ഇവിടെ? 5 കഴിഞ്ഞ് 6ലേക്കാണ് അവർ ഹാൻഡിലുള്ളത് അല്ലേ. അപ്പം 5 hour ആണ് എഴുതേണ്ടത്, 6 അല്ല. നെക്സ്റ്റ് മിനിറ്റ്സ് എത്രയാണ്? 9 കഴിഞ്ഞിട്ട് 10-ലെത്താനായി അല്ലേ. അപ്പോൾ 9 കഴിഞ്ഞിട്ട് 3 പോയിട്ടുണ്ട്. 9-ലെത്തുന്ന സമയത്ത് എത്ര മിനിറ്റ് ആണ്? 45 ആണ്. അപ്പോൾ 45ൻ്റെ കൂടെ 3 കൂടി കൂട്ടുക. അപ്പോൾ എത്രയാണ്? 48 മിനിറ്റ്. നെക്സ്റ്റ് സെക്കൻഡ് എവിടെയാണുള്ളത്? 1 കഴിഞ്ഞിട്ട് 2 പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1-ലാകുമ്പോൾ 5 സെക്കൻഡ് ആണ്. അപ്പോൾ 5ൻ്റെ കൂടെ 2 കൂട്ടുക, 7 സെക്കൻഡ്. നെക്സ്റ്റ് ക്ലോക്ക് എത്രയാണ്? അവർ ഹാൻഡിൽ 8 കഴിഞ്ഞിട്ടാണ് ഉള്ളത് അല്ലേ. അപ്പോൾ 8 hours. നെക്സ്റ്റ് മിനിറ്റ് എവിടെയാണ് ഉള്ളത്? 4 കഴിഞ്ഞിട്ട്
4 പോയിൻ്റ് കൂടി പോയിട്ടുണ്ടല്ലേ, അതായത് 5ലേക്ക് എത്തിയില്ല, 5-ലെത്തുമ്പോൾ 25 ആണ്. അപ്പോൾ 24 കൊടുക്കാം അല്ലേ, 24 മിനിറ്റ്സ്. നെക്സ്റ്റ് സെക്കൻഡ് എത്രയാണ്? സെക്കൻഡ് 12ലാണ് ഉള്ളത്. അപ്പം എത്രയാണ് 12 എന്ന് പറയുമ്പോൾ 00 സെക്കൻഡ് അല്ലേ. നെക്സ്റ്റ് സീ ദ ടൈം ആൻഡ് ഡ്രോ ഓൺ ദ ക്ലോക്ക്. ഇവിടെ ടൈം കൊടുത്തിട്ടുണ്ട്, ഇത് നോക്കിയിട്ട് നിങ്ങൾ ഈ ക്ലോക്കിലേക്ക് വരച്ച് ചേർക്കണം. എത്രയാണ് ടൈം? 4 hours അല്ലേ. 4 hours എന്ന് പറയുമ്പോൾ അവർ ഹാൻഡിൽ എവിടെ വരും? 4 കഴിഞ്ഞിട്ട് വരും. 28 മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റ് ഹാൻഡിൽ എവിടെ വരും? 25 വരുമ്പോൾ 5ൻ്റെ അടുത്താണ്. അപ്പോൾ 5 കഴിഞ്ഞിട്ട് 3 പോയിൻ്റ് കൊടുക്കണം. അപ്പോൾ 28 ആയി. ഇനി 44 സെക്കൻഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാൻഡിൽ 40 ആകുമ്പോൾ 8 അല്ലേ. അപ്പോൾ 8 കഴിഞ്ഞിട്ട് 4 പോയിൻ്റ് കൊടുക്കണം, അതായത് 9ൻ്റെ അടുത്തേക്ക് എത്താനാവും അല്ലേ. അപ്പം ഇതുപോലെയാണ് ക്ലോക്ക് ഉണ്ടാവുക. നിങ്ങളിത് നോക്കിയിട്ട് വരയ്ക്കുക. നെക്സ്റ്റ് ഇവിടെ എന്താണ് ഇപ്പുറത്ത്? 1 hour 45 minutes 40 seconds അല്ലേ. അപ്പോൾ 1 hour എന്ന് പറയുമ്പോൾ 1 കഴിഞ്ഞിട്ട് കൊടുക്കണം. 45 minutes ആയി. അപ്പോൾ 1 കഴിഞ്ഞിട്ട് കുറേ ഇപ്പുറത്തേക്ക് വരണം അല്ലേ. 45 മുക്കാലായി. അപ്പോൾ 2ൻ്റെ അടുത്ത് എത്താനാകണം. ഇനി 45 minutes എന്ന് പറയുമ്പോൾ കറക്റ്റ് 9ലേക്ക് കൊടുക്കാം. മിനിറ്റ് ഹാൻഡിൽ കറക്റ്റ് 9ലേക്ക് കൊടുക്കുക. ഇനി 40 സെക്കൻഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാൻഡിലും കറക്റ്റ് 40ലേക്ക് കൊടുക്കാം. അപ്പോൾ ക്ലോക്ക് ഇതേ രീതിയിലുണ്ടാവും. നിങ്ങളിത് നോക്കിയിട്ട് വരച്ച് ചേർക്കുക. ഓക്കെ, ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നതിനായി എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.